الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഷുആബുൽ ബസീറത്തിൽ 33-ാം പേജാണ്. അതിൽ നോക്കണം. അപ്പോൾ അത് എത്രാമത്തെ നമ്പർ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി അവൻ്റെ ഫദ്ല് കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് ലോകപ്രസിദ്ധമായ കിതാബ് ഹിക്കം നമ്മൾക്ക് ചെറിയ രൂപത്തിലെങ്കിലും അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാനും അതിനോട് മഹബത്ത് വെക്കാനും അതിന് വേണ്ടി സമയം കണ്ടെത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്തു. അധിക സ്ഥലത്തും ഒരു പൂതിക്ക് വേണ്ടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിൽക്കലാണ്. അപ്പം എന്താ ചിന്തിക്കുന്നത്? അല്ലാഹു തആല നമുക്ക് ചെയ്തു തരുന്ന ഒരു നിഅമത്ത്, ദുനിയാവിലോ ആഖിറത്തിലോ ഉപകാരപ്രദമായ ഒരു കാര്യത്തിനാണല്ലോ നിഅമത്ത് എന്ന് പറയുന്നത്. ആ നിഅമത്തിൽ ജനങ്ങൾ രണ്ട് തരക്കാരുണ്ട്. ഒന്നേതാ, അത് നിഅമത്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഖദർ ഉൾക്കൊണ്ടിട്ട് അത് എന്താ ചെയ്ത വലിയ ഒരു കാര്യമാണ് അല്ലേ? എന്നിട്ടാണ് എന്താക്കല്? അതിനപ്പുറം നിഅമത്തല്ല, ഇത് ജാമൂക്കും പ്രോഫിറ്റും അല്ലേ? ഖുർആനിലെയോ ആയത്തിലുണ്ട്. ആദ്യ നിഅമത്തിൻ്റെ വണ്ണ വലിപ്പം അതെല്ലാവർക്കും കിട്ടൂല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിഅമത്തിൻ്റെ വണ്ണ വലിപ്പം, അതിൻ്റെ അളമത്ത് കണ്ട് അതിനോട് ശുക്ർ ചെയ്താൽ എന്താകും? ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹുവിൻ്റെ ഒരു ഏറ്റ വാക്കാണ്. നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഞാൻ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുണ്ടാക്കി തൗഹീദോടുകൂടിയാണ് പറഞ്ഞത്. അതിന് വ്യത്യാസമില്ല. ഏത് വർദ്ധിപ്പിക്കും? ആ ചെയ്ത നിഅമത്ത് വർദ്ധിക്കും. ലഅസീദന്നകും എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളുമാണ്. ഇതൊക്കെ ദാദ എന്ന പേരിന് എത്ര മക്കളാണ്? രണ്ട്. ദാദതുഹും ഈമാന കേട്ടോ. അപ്പോൾ ദാദതുഹും ദിജസൻ ഇലാ ദിജസി. അപ്പോൾ ഒന്നാം മക്കളാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ തന്നെ വർദ്ധിപ്പിച്ചിട്ട് ഒരാളെ പിടിച്ച് 100 എന്നല്ല അതിൻ്റെ അർത്ഥം. കൊണ്ട് പ്രാസംഗികമായെന്ന് പറഞ്ഞത് ഒരാളെ തന്നെ 100 പ്രസംഗത്തിൽ, ഈ മതപ്രസംഗത്തിൽ ചോദിച്ചതെന്ന് ഒരാളെ തന്നെ ഇപ്പം കുറേ ആളായിട്ട് കാണുന്നുണ്ട് പറയപ്പെടുന്നുണ്ടല്ല അല്ലേ? അപ്പോൾ പതിനീങ്ങൾ എത്ര ഉണ്ടായിനി? 300 പേരോ? എന്നാൽ 1000 ആളായില്ല. അതിന് ഇയാളുടെ തെളിവുകളുടെ ഇതുപോലെ ശക്കർത്തും ലഅസീദന്നകും. നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങളെ തന്നെ വർദ്ധിപ്പിച്ചോ. ഒരാളെ 10 ആക്കാം, 100 ആക്കാം, എത്രയാക്കാം. അപ്പം ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ തങ്ങൾക്ക് ശുക്രില്ലാത്തത് കൊണ്ടാണോ വർദ്ധിപ്പിക്കാത്തത്? അതിന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ പിന്നെ തള്ളിക്കളി. അപ്പം രണ്ടാം മഫ്ഊൽ കളഞ്ഞിട്ടുണ്ടാണ്. ലഅസീദന്നകും നിഅമഹു. നിങ്ങൾക്ക് തന്ന നിഅമത്തിന് നിങ്ങൾ എന്താക്കും? ഏറ്റി അതേ അവസരത്തിൽ കൊടുത്ത നിഅമത്ത് അല്ലാഹു തആല പിൻവലിച്ച ചരിത്രം ഉണ്ടെങ്കിൽ ഔദാര്യവാനായ കരീമായ അല്ലാഹു തആല കൊടുത്തത് എനിക്ക് മടക്കി തരുന്ന അല്ലാഹുവിൻ്റെ പെട്ടതല്ല. ഒരു കരീമായ ഒരാളെന്താ യാതി കൊടുത്തത് കൊണ്ടാണ് അന്ന് മടക്കി തന്നതെന്ന് സാധാരണ നമ്മളെ കൂട്ടത്തിലുള്ള ബഹീലന്മാരെ പോലും പറയില്ല. പക്ഷെ വേറെ എന്താണ് ആളുകളെ കൊണ്ട് കളികളിച്ചിട്ടുണ്ടോ? ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا. ഇതാണ് എൻ്റെ ചോദിച്ചത്. എന്താണ്? അല്ലാഹു തആല ഒരു നിഅമത്തിന് ഭേദഗതി വരുത്തിയിട്ട് അത് നിക്മത്താക്കിയവർക്ക് ഉപയാക്ഷമാക്കുന്നത് എന്താ? ലം യകുൻ മുഗയ്യിറൻ നിഅമത്തൻ അൻഅമഹ അലാ ഖൗമി ഹത്താ യുഗയ്യിറു മാ ബിഹിം. ആ നിഅമത്തിനെ കൊണ്ടെന്താക്കി?
ദുരുപയോഗം ചെയ്തിട്ട് ഒന്നുകിൽ അള്ളാഹുവിൻ്റെ മായശ്യത്തിലേക്ക് പ്രയോഗിച്ചു, അതുമല്ലെങ്കിലോ ഇതിന് വില കൽപ്പിക്കേണ്ടത്. ആ കൊടുത്ത സാധനത്തിന് മൂല്യം കൽപ്പിക്കാഞ്ഞാൽ തിരിച്ചെടുത്തൊരു നിയമത്ത് ആർക്കും മടക്കി കിട്ടി തരുന്ന ലോകത്തിലുണ്ടായിട്ടില്ല എന്ന് ഇമാം ഗസാലി തങ്ങൾ ഈ ഹൈയിൽ പറഞ്ഞു. തിരിച്ചെടുത്തൊരു നിയമത്ത് എന്താകില്ല, ഒരു കാരണത്താൽ അങ്ങോട്ട് രണ്ടാമത് കൊടുത്ത ചരിത്രമില്ല. അപ്പോൾ ഇത് അല്ലാഹു തആല ചെയ്ത ഒരു തൗഫീഖാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് താല്പര്യത്തോടെ മുന്നോട്ട് നീങ്ങലേ രക്ഷയുള്ളൂ. അതാ ഞമ്മകം തന്നെ വരച്ച മനസ്സിലായി. ഇതോടുകൂടി തുടക്കവും സമാപനവും എല്ലായ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മനുഷ്യന്മാർക്ക് മാത്രം അല്ലാഹു തആല കൊടുത്ത ഒരു നിഅമത്താണ് പെണ്ണുന്നത്. വലഖദ് കറംനാ ബനി ആദം, സൂറത്തുൽ ഇസ്രായിലില്ലേ. ബനു ആദം എന്ന് പറഞ്ഞാൽ ആരാ? മനുഷ്യന്മാർ. അപ്പം മനുഷ്യന്മാരെ പ്രത്യേകം പറഞ്ഞപ്പോൾ അതിൻ്റെ മഫ്ഹൂം എന്താണ്? ഈ കർമ്മ എന്ന് പറഞ്ഞ ശേഷം പറയുന്ന കാര്യം മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ, എന്തിനില്ല? മൃഗങ്ങൾക്കും മറ്റു ഹൈവാനാത്തിനൊന്നും ഇല്ല എന്ന് പറയാം. അല്ല, കർമ്മനാക്കും എന്ന് പറഞ്ഞ പോലെ വലഖദ് കറംനാ ബനി ആദം. അപ്പൊ കർമ്മന്റെ എന്താ? അക്രമ എന്ന് പറഞ്ഞാലും ആദരിച്ചു. കർമ്മ എന്ന് പറഞ്ഞാൽ ആദരവ് പ്ലസ് ആദരവ് പ്ലസ് ആദരവ് എന്ന്. ആദരവിൻ്റെ എണ്ണത്തിൻ്റെ അതിൻ്റെ ജുസിയത്തിന് കണക്കുണ്ടാവില്ല, വളരെയധികം ഉണ്ടാവും. നമ്മൾ പറയില്ലേ, പൊടിച്ചു എന്ന് പറഞ്ഞാൽ പൊടി പൊടിയാക്കി എന്നാലും വ്യത്യാസമുണ്ട്. പൊടിച്ചു എന്നാൽ പ്രത്യേകിച്ച് പൊടിച്ചാൽ പൊടിയെ ആ പൊടി എന്താക്കണം, ഇനി ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ പൊടി എന്താക്കണം, പൊടിയാക്കണം. അതുപോലത്തെ പ്രയോഗമാണ് ഇത് കർമ്മ ബനി ആദം. അപ്പോൾ ബനു ആദമിൻ്റെ തക്രീമിൽപ്പെട്ട എന്താണ്? ഹമൽനാഹു ഫിൽ ബർരി വൽ ബഹരി, കടലിലും കരയിലും വ്യോമത്തിലും എന്താക്കി അവരെ സഞ്ചരിപ്പിക്കുകയാണ്. പല നാട്ടിലും പ്ലെയിനിൽ കൂടി, കപ്പലിൽ കൂടി, തീവണ്ടിയിൽ കൂടി, കാറിൽ കൂടി അങ്ങനെ സഞ്ചരിക്കുന്നു. എല്ലാ നാട്ടിലും പോയിട്ട് ഉപകാരം എടുക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. റസഖ്നാഹും മിന ത്വയ്യിബാത്ത്, ഭക്ഷണമായിട്ട് കൊടുത്തു. ചിലതിൻ്റെ ഭക്ഷണം എന്താക്കും? മൈത്തത്താ കൊടുക്കുക. മനുഷ്യനെന്തില്ല, ശവമോ നാറിയതോ കുളിച്ചതോ ഒന്നും തിന്നാൻ പാടില്ല എന്നല്ലോ തയ്യിബാത്ത്. ദീനിനോ ആരോഗ്യത്തിനോ അക്കലിനോ കോട്ടമുണ്ടാക്കുന്ന ഒരു വസ്തുക്കൾ തിന്നാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. ഒക്കെ തയ്യിബാത്തിൻ്റെ പുറത്താണ് അല്ലേ. പിന്നെ തയ്യിബാത്തി ഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖഹു തഖ്ലീലാ, ഖലഖനാ തഖ്ലീലാ. ഞാൻ സൃഷ്ടിച്ച പല സൃഷ്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ഇവനിക്കെന്താക്കി ഒരുപാട് ഫളായിലുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഫളായിൽപ്പെട്ട സാധനമാണ് നമ്മൾക്ക് ഉണ്ടാകും. ഇത് ബസീറത്ത് എന്ന് പറഞ്ഞ സാധനം. എന്തുകൊണ്ട് നോക്ക് പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് സമ്പാദിക്കാൻ വേണ്ടി അള്ളാഹുത്തആല എത്ര സ്റ്റേഷനാക്കി? ഒന്ന് കണ്ണ്. ഒരു വസ്തുവിനെ കുറിച്ച് കാണപ്പെടുന്ന സാധ്യതയെല്ലാം ഇതിലാക്കി കഴിയാൻ വേണ്ടി കണ്ണ് വെച്ചു, കണ്ണിൽ കാഴ്ചയും വെച്ചു. ഒന്ന്. പിന്നെ കേൾവിയുണ്ട്, പിന്നെ വാസനിക്കാനുള്ള മൂക്കുണ്ട്, രുചി അറിയാൻ നാവുണ്ട്, സ്പർശിക്കാനുള്ള തൊലിയുണ്ട്. അത് ചിലതിൻ്റെ ഈ ഹിസ്സാത്ത് എന്തായിരിക്കും? ചില അംഗങ്ങളിൽ മാത്രം മഹസൂറായിരിക്കും, ഒരംഗത്തിൽ തന്നെ ഒരു പ്രത്യേക പരിധിയിലായിരിക്കും. അതേപോലെ സ്പർശന ശക്തിയിലോ ശരീരത്തിന് എല്ലാവർക്കും. മണം എന്നുള്ളത് മൂക്കിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാഴ്ച എന്നുള്ളത് കണ്ണിനെ കൊടുത്തിട്ടുള്ളൂ, കേൾക്കുന്ന ഇതിനെ കൊടുത്തിട്ടുള്ളൂ, രുചി എന്നുള്ള നാവിനെ കൊടുത്തിട്ടുള്ളൂ. അതിൽ കുറവ് ഹിക്മത്തുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾ ഇത് ബാഹ്യമാണ്. ഇതിൻ്റെ മേലെ അപ്പുറം കൊടുത്തിട്ടുണ്ട് ആക്കില്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊടുക്കുന്ന വിഷയത്തിൽ ഹയവാനാത്തിനൊക്കെ ഉണ്ടേത് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, രുചിയുണ്ട്, സ്പർശന ശക്തിയുണ്ട്, എല്ലാം ഉണ്ട്. അത് രണ്ടിൻ്റെ ഇടയിൽ മുഷ്തറക്ക് എന്ന് പറഞ്ഞാൽ 2 കൂട്ടർക്കുണ്ട്. ആക്കലിനാണ് എത്തുമ്പോൾ മനുഷ്യൻ സ്പെഷ്യലായി, അതായിരിക്കില്ല മറ്റുള്ള ഹയവാനാത്തിനില്ല. അപ്പം ഈ ആക്കലിനെന്താ പണി? പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി കിട്ടിയ ഓരോ അറിവുകളും ശേഖരിച്ച് അതിനെ എപ്രകാരം അത് ഉപയോഗപ്പെടുത്തണം, അതെന്ത് ചെയ്യണം, എന്താ വേണ്ടതെന്നൊക്കെ അതിന് തീരുമാനം എടുക്കണം. അപ്പം അതിൽ ഓരോ തിയറികൾ ഉണ്ടാക്കിയിട്ട് പുതിയ പുതിയ ഉപയോഗ വസ്തുക്കൾ ഉണ്ടാക്കണം. ഓരോ തിയറി ഉപയോഗിച്ച് മൊബൈൽ കണ്ടെത്തി ഒന്ന്, ടെലിവിഷൻ കണ്ടെത്തുന്നു,
അങ്ങനെ യന്ത്രങ്ങൾ കണ്ടെത്തുന്നു. ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളെ കൂടി കിട്ടിയ അറിവിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അഖിലാനിയെല്ലാം രൂപം കൊടുക്കും. ഇതല്ലേ പഞ്ചേന്ദ്രിയ കൂടി വന്ന എന്തെങ്കിലും ഇദ്രാക്കിൽ, അതായത് അതിൻ്റെ കണ്ടുപിടുത്തത്തിൽ തെറ്റുപറ്റിയെങ്കിൽ അഖിലെന്താക്കുക തിരുത്തും. അഖില് തിരുത്തും. പിന്നെ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തിട്ട് ഒരു നേരെ വളമില്ലാത്ത കോലയിലേക്ക് ഇടുക. പുറത്തുനിന്ന് നോക്കിയാൽ ആ കോലിൻ്റെ സ്ഥിതി എന്താണ്ടാല് ഇതിന് വളഞ്ഞിട്ടു. അപ്പോൾ കണ്ണ് ഇദ്രാക്കി ചെയ്തത് വളഞ്ഞ കോലിന്നാണ്. അഖിലെന്ത് പറയുന്നു? വളഞ്ഞിട്ടില്ല, നേരെ തന്നെയുള്ളത്. ഇതല്ലേ തീവണ്ടി കയറിയിട്ട് തലശ്ശേരിയിലേക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ പരിസരത്തുള്ള എല്ലാം അടുത്തേക്ക് പോകുന്നുണ്ടാവും. കണ്ണൂരേക്കും തളിപ്പമ്പിലേക്കും തെങ്ങും പുരകളെല്ലാം പോകുന്നുണ്ട്. കാണുന്ന ഇദ്രാക്കിൽ എന്താണ്? അപ്പോൾ ഇവിടെ എന്താക്കും തിരുത്തും. ആ സാധനം പോകുന്നില്ല, നീയാ പോകുന്നതും. അതല്ലേ കേൾവിക്ക് വന്നിട്ടുണ്ടാകും. നമ്മളുടെ ആ കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങ് ദൂരത്തുനിന്ന് ഒരാൾ അലക്കുന്നുണ്ട്. അലക്കുന്ന കണ്ണോട് കാണുന്നുണ്ട്. അലക്കി അടിച്ച് കൊച്ചു കൈപ്പച്ചി എന്നൊരു ഒച്ചയൊക്കെ അടി വീഴുന്നത് അല്ലേ. അപ്പൊ ആദ്യം അടിക്കുകയും അല്പസമയത്തിന് ശേഷം എന്ത് വരുന്നു? ഒച്ച വരുന്നു എന്നാണ് നമ്മളെ ഇദ്രാക്ക് പറഞ്ഞിരുന്നത് അല്ലേ. അഖിലെന്താ പറഞ്ഞിരുന്നത്? രണ്ടും ഒപ്പമാണെന്ന്. അപ്പൊ വേഗീതം കൊണ്ട് ഈ വായുവിൽ കൂടിയുള്ള തലങ്ങനെ എത്തുമ്പോഴേക്കുള്ള വേഗനാണ് ഈ ഒച്ചയ്ക്ക് അല്പം വേഗം വന്നത്. സംഗതി എപ്പോഴാണ് രണ്ടും ഒരുപോലെയുണ്ട്. അവ ഒട്ടാകെ പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട ഒരു സാധനത്തിന് പറ്റിയ തെറ്റുണ്ടാകും, അബദ്ധം തിരുത്തുവാരി അക്കലി എന്ന് നേരെയാക്കിക്കൊണ്ടിരിക്കും. അത് അക്കലി ശരിയാണെങ്കിൽ. അതുകൊണ്ടാണ് അക്കലിന് കോട്ടം വരുന്ന മയക്കുമരുന്ന്, മദ്യം, അതുപോലെ തന്നെ അമിതമായ അതിനോടുള്ള ഒരു ഭ്രമം, അല്ലെങ്കിൽ അതിനോടുള്ള വൈരാഗ്യം, അതിനോടുള്ള പേടി, ഇതെല്ലാം എന്താക്കും അക്കലിന് കോട്ടം വരും. അക്കലിന് കോട്ടം വരുത്തുന്ന ഒരു സാധനം അന്ന് കുട്ടിയില്ല. കാരണം മനുഷ്യനാക്കി നിയന്ത്രിക്കുന്ന ഒരു കാതലായ സാധനമാണ് അക്കലി. അതിന് കോട്ടം വരുത്താൻ അല്ല വിടൂല. വളരെ മയക്കുമരുന്നിന് ഇത്ര ശക്തി, കർശനമായ നിലപാടെന്നും. ആ മയക്കുമരുന്നിൽപ്പെട്ട പലതുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നിനോടുള്ള ഇഷ്ക് വന്ന്, ഇഷ്ക് മഹബത്ത് അങ്ങോട്ട് വന്നാലെന്താകും? ഓളെ പിടിച്ച് ഇപ്രാതം തബ്രീഖിൽ പൊന്തിച്ചിട്ട് എവിടെയെത്തും? അള്ളാനെ കണക്കറച്ചു വന്നു. അള്ളാനപ്പുറം തിരുത്തി. ഇനി അവരോട് എതിർപ്പാ വന്നെങ്കിലോ ഇബ്ലീസിനാക്കണ തത്വതീശു. ഇതെല്ലാം ഈ അക്കലിന്റെ വിലയറ്റി കൂടെ അയാൾ ഞാൻ പറയുന്നത് ശരിയല്ല എന്നിരുന്നാലും അതിനൊസ് ഏതോ സാധനത്തിനോടുള്ള പേടിയും തന്നെയാണ്. പേടിയിൽ നിന്നാണല്ലോ ആദ്യം മറ്റുള്ള വസ്തുക്കളെ ആരാധിക്കാൻ തുടങ്ങി. പാമ്പ് വല്ലാത്ത ഉപദ്രവിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഉപദ്രവം തടുക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷ കിട്ടണമെങ്കിൽ പാമ്പിനൊന്ന് പ്രീതിപ്പെടുത്താം എന്ന് വെച്ചിട്ട് പാമ്പിന് ആരാധ്യ വസ്തുവായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. എന്താണ്? ആ പേടിയാണ് പിന്നിലുള്ളത്. ഇങ്ങനെ പലതുണ്ട്. അപ്പം അക്കലിൻ്റെ സ്ഥിതി അങ്ങനെയാണ്, സാമ്യമായ അക്കല്. അപ്പം ഇപ്പം എത്രയായി? പഞ്ചേന്ദ്രിയങ്ങളും അക്കലും കൂടെ കൂടി അല്ലേ. പഞ്ചേന്ദ്രിയങ്ങളും അതിൻ്റെ അപ്പുറം എന്തുണ്ട്? ബസീറത്ത് എന്ന് പറയുന്ന സാധനം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടത് ബസീറത്ത്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് പറയും? അകക്കാഴ്ച, അകത്തുള്ള കാഴ്ച, അകക്കാഴ്ച. അപ്പം ഇതിന് ബസർ എന്ന് പറയുമ്പോൾ അകത്തുള്ള കാഴ്ചക്ക് എന്ത് പറയും? ബസീറത്ത് എന്ന് പറയും. അപ്പം ഖുർആനിൽ കുറേയാണ് കുരുടന്മാർ ബഹുവാലിഹിം അമ സുമ്മം ബുകുമുൻ ഉംയുൻ അല്ലേ. അവർക്ക് ഇക്കുരുടല്ല അവർക്ക് ബാധിച്ചത് എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പം അന്ന് പറഞ്ഞ് തെറ്റുന്ന അർത്ഥം ആദ്യം മനസ്സിലാക്കണം, കണ്ണ് രണ്ടുണ്ട്. നിങ്ങൾ കുരുടില്ല എന്ന് പറഞ്ഞ കണ്ണിതാണ്. അബൂജഹലിനെ കണ്ണടയിൽ എല്ലാം കാഴ്ചയില്ലാത്തതുകൊണ്ട് ഗെയിം പിടിച്ച് നടത്തുന്ന അന്ധനായിരുന്നു. പക്ഷെ അള്ളാഹു അവനെ വിളിച്ചെന്താന്ന്? കുരുട്. ഏത് കുരുട്? അത് തിരുത്തി ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. ഉള്ളിന് മറച്ചു വെക്കപ്പെട്ട ഒരു ബസീറത്തുണ്ട്, അവിടെയാ കുരുട്. കഴിഞ്ഞാൽ അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്കാവട്ടെ അക്കലിനാവട്ടെ തെറ്റുപറ്റിയാൽ അടുത്ത ആര് തിരുത്തും? ബസീറത്ത് തിരുത്തും.
അപ്പോൾ ബസീറത്ത് ആക്കിലും പഞ്ചേന്ദ്രിയങ്ങളും ദുന്യാവിൻ്റെ ആവശ്യത്തിൻ്റെ കൊണ്ട് ഒരുപാട് ഉപയോഗപ്പെടുത്താം. പക്ഷെ ബസീറത്ത് ഇല്ലാത്ത ആൾക്കും ദുന്യാവ് കൈകാര്യം ചെയ്യാം. അക്കിൽ ഈ ബസീറത്തിൻ്റെ പണി എന്താണ്? മനുഷ്യനിക്ക് ഈ ഭൗതിക ലോകം മാത്രമല്ല, ശാശ്വതമായ ഒന്നും കൂടി വരാനുണ്ട്. ശാശ്വതമായ ഒരു ജീവിതം വരാനുണ്ട്. അത് അവിടത്തേക്കുള്ള മുതൽക്കൂട്ടുണ്ടാക്കലാന്ന് ആരും തയ്യാറെടുപ്പ്? ബസീറത്തിൻ്റെ. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടും അക്കലെ കൊണ്ടും കിട്ടിയതിൻ്റെ അപ്പുറം കിട്ടാനുള്ള കുറച്ച് മാലൂമാത്തുണ്ട്. ആ മാലൂമാത്ത് കിട്ടാനും ആർക്കാണ്? ബസീറത്താണ്. മനസ്സിലായ? അപ്പോൾ ബസീറത്തിന് ഇപ്പോൾ അല്ലാഹു തആല എത്ര സ്റ്റേജാണ് വെച്ചാൽ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിന് 5 സ്റ്റേജ് ഉണ്ടാവും. ഒന്നേതാ? അത് ഉള്ളത് പൊട്ടിയിട്ട് ദുരുപയോഗമായി എന്ന് റിപ്പയർ ചെയ്താലും ശരിയാവാത്ത കോലത്തിലേക്ക് എന്തായി പൊട്ടിപ്പോയി. ബസീറത്ത് പൊട്ടി, ആര് വന്നാലും റിപ്പയർ ചെയ്യൂല. അങ്ങനത്തെ ഒരു ഹാരി പൊട്ടിയിട്ടില്ല, പക്ഷേ അതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. അതിനെ തുറന്നാൽ എന്താകും? ശരിയാവും. വാഹനം നോക്കലാ, കേട് വന്നിട്ട് നന്നാക്കാൻ കഴിയാത്ത വണ്ടിയായാലും വണ്ടിയാണ് സൈലൻ്റായിട്ട് കിടക്കുന്നുണ്ടാകും. ഓഫ് ചെയ്തിട്ട് താക്കോലെടുത്ത് പോയാലും കിടക്കുന്നുണ്ടാകും. പക്ഷെ രണ്ടാമത് പറഞ്ഞ വണ്ടി പൊട്ടിയിട്ടില്ല, തെറ്റ് സ്റ്റാർട്ടാക്കി എണ്ണടിച്ചിട്ട് പോയാൽ ഓടുമല്ല. അപ്പോൾ 2 സ്റ്റേജായ. മൂന്നാമത്തത് തുറന്നതാണ്. തുറക്കുമ്പോൾ തന്നെ നമ്മളെ പേരിൻ്റെ സ്റ്റേജില്ലേ, 1, 2, 3 സ്റ്റേജ് ഉണ്ടാവും. വണ്ടി വിടുമ്പോൾ എത്ര ഗിയറുണ്ട്? ഫസ്റ്റ് ഉണ്ടാകും, സെക്കൻഡ് ഉണ്ടാകും, ചിലപ്പോൾ തേർഡ് എന്ന് പറഞ്ഞാൽ മാതിരി ഇവിടെ 3 ഗ്രേഡ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം തുറക്കൽ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തുറന്നു, തേർഡ് എന്ന് പറഞ്ഞാലോ ഫുള്ളായി തുറന്നു. അപ്പോൾ ഫസ്റ്റ് തുറക്കൽ തുറന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ടൊരു നേട്ടമുണ്ട്. സെക്കൻഡ് തുറന്നാൽ അതിനേക്കാളും മറ്റൊരു നേട്ടമുണ്ട്, മറ്റേതിനേക്കാളും വർധനവുണ്ട്. തേർഡ് തുറന്നാലോ അതിലും വലിയ വർധനമുണ്ട്. അങ്ങനെ പേര് തന്നെ സ്പീഡ് പറഞ്ഞാൽ പറയാം, നിങ്ങളുടെ മണിക്ക് 3-ലേക്കെത്തും. ഇതിലുണ്ടായില്ലേ? അപ്പോൾ ഫസ്റ്റ് പേരെന്താന്ന് പറയുന്നത് ഇസ്തിലാഹിയാണ് ഷുആഅ്. രണ്ടാമത്തേന് ഐന്, മൂന്നാമത്തേനോ ഹക്ക്. അപ്പോൾ ഷുആഉൽ ബസീറ, ഐനുൽ ബസീറ, ഹഖുൽ ബസീറ. ഹഖുൽ ബസീറത്തിന് അപ്പുറം കൊടുക്കാനില്ല, അത് പൂർണ്ണമായി. ഓരോന്നിനും നേട്ടം എന്താണ്? അതാണ് 30 പറഞ്ഞത്. ഷുആഉൽ ബസീറത്തി യുശ്ഹിദുക ഖുർബഹു മിൻക. അതാ വർണ്ണത്തിന് കൊടുക്കും. ഷുആഉൽ ബസീറത്തി യുശ്ഹിദുക ഖുർബഹു മിൻക. ഒന്നാമത്തെ സ്റ്റേജായ ബസീറത്തിന്റെ തുടക്കത്തിൽ തന്നെ തുറന്ന ആ ഷുആഉണ്ടല്ലോ, അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണ്? യുശ്ഹിദുക, അതിലേക്ക് ബോധ്യപ്പെടുത്തി തരിക. എന്തിനെ? ഖുർബഹു, അള്ളാഹുവിൻ്റെ ഖുർബിനെ, മിൻക, നീയുമായിട്ടുള്ള. അപ്പോൾ ചുരുക്കത്തിൽ അല്ലാഹു തആല എന്നെക്കൊള്ള ഖരീബാണെന്നാണ് ആദ്യമായി പരിചയപ്പെടുത്തിയത് അല്ലേ? വഇദാ സഅലക ഇബാദി അന്നി, അതപ്പുറം ഫഇന്നീ ഖരീബ്. അല്ലാഹു തആലാന്റെ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വസ്ഫ് എന്താണ്? ഖരീബ്. പക്ഷെ ഇപ്പം ആ ഖുർബ് നമുക്ക് മനസ്സിലാകുന്നില്ല. ആ ഖുർബ് നമുക്ക് ബോധ്യപ്പെടുന്നില്ല. ഫീനഫ്സിൽ ഖുർബിലാണുള്ളത്, പക്ഷെ അത് നമുക്ക് പറയാമെന്നല്ലാതെ കണ്ട് ബോധ്യപ്പെടുന്നില്ല. അതിന് ഇവൻ സാക്ഷിയോ അനുഭവസ്ഥനോ ആകുന്നില്ല. എന്തുകൊണ്ടാണ്? ഖുർബ് വന്നാൽ അള്ളാന്റെ അസ്ലിയായ സിഫത്താണ് ഇത്, അബദകളോടുള്ള ഖുർബ്. ഖുർബിന്റെ വായന എന്ന് പറഞ്ഞത് സ്ഥാനികമായ സ്ഥലസംബന്ധമായ ഖുർബല്ല ഈ പറയുന്നത്. അല്ലാഹു തആല ഖദീമാണ്, മറ്റുള്ളവർ ഹാദിസാകുമ്പോൾ സ്ഥലസംബന്ധമായ ഖുർബ് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കന്നഡ കോടും അതും തമ്മിൽ ഖദീബാണ്, ഇപ്പോഴത് ബഈദാണ് സ്ഥലം. അതല്ല ഇവിടെ പറയുന്നത്. കുടുംബബന്ധത്തിൽ ഖദീബ് എന്ന് പറയുന്നുണ്ട്. അയാളാരാണ്? എൻ്റെ ഖദീബാണ്, എൻ്റെ അടുത്ത ബന്ധുവാണ്, കാട്ടിനാണ്, അന്യാന്ന് പറയും. അതും അല്ലാഹു തആലക്കില്ല. പിന്നെ കണ്ടാൽ സ്നേഹം എന്നുള്ളൊരു ഖുർബുണ്ടാവും, അത് അല്ലാഹു തആലക്ക് പറയാം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്നേഹത്തിൻ്റെ അർത്ഥമല്ല. അപ്പോൾ അല്ലാഹു തആല അസ്ലിലെ അബദുകളുമായി ഖരീബാണ് എന്നുള്ളതാണ് അല്ലേ? ആ ഖുർബ് നമുക്ക് അനുഭവത്തെ ആസ്വദിക്കാൻ കഴിയാത്തൊരു സ്വഭാവമുണ്ട്. എന്തുകൊണ്ടാണ്? ഖുർബ് ആസ്വദിച്ചാൽ എന്താ ഉണ്ടാകല്? എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ എന്താ പരിഹാരം കാണാനുള്ള
അറിവുള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഇവനിക്കെന്താക്കാം, മറ്റുള്ള ആളൊന്നും സമീപിക്കണ്ട, ഇവർക്ക് നല്ല ആശ്വാസം. ഇടക്കിടയ്ക്ക് രോഗമുണ്ടാകുന്ന ഒരാൾക്ക് ഒരു ഡോക്ടർ വന്ന് അയൽവാസിയായി താമസിച്ചാൽ ഡോക്ടറെ കുറുപാടെ കിട്ടി. ഇങ്ങനെയൊക്കെ പഠിക്കുന്ന കണ്ണൂരേക്കും മെഡിക്കൽ കോളേജിലേക്കൊന്നും പോകണ്ട, അടുത്തന്നെ ഡോക്ടർ ഇല്ലേ. അപ്പം ഒരു പൊതുവേ ഉള്ള സമാധാനം അവിടെ ഉണ്ട്. കുറുമ്പുണ്ടായാലും ആ കുറുമ്പ് ഉപയോഗപ്പെടുത്തണമെങ്കിൽ വേണം നമ്മളെ വിഷയം അയാൾ അറിയണം, അയാൾക്കത് തരാൻ കഴിവുണ്ടാകണം, തരാനുള്ള താല്പര്യവും അതിൻ്റെ റഹ്മത്തും ഉണ്ടാകണം. ഇതെല്ലാം നമുക്കില്ലേ, ഇതിൻ്റെ കുറവുണ്ടാക്കി. അപ്പൊ ഇവരിക്കുന്നുണ്ട് പ്രയാസങ്ങളോ വേവലാതിയോ വരുമ്പോൾ പൊട്ടിത്തെറിക്കലോ അല്ലെങ്കിൽ അങ്ങോട്ടാകലോ തലയിച്ച് വീഴലൊന്നും ഉണ്ടാവില്ല. ചെറിയ ഒരു ഹൈറായ കാര്യം ചെയ്താൽ തന്നെ അവർക്കല്ലേ ചെയ്തു, അവനറിഞ്ഞല്ല, കരീബല്ലേ. അപ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതപ്പം കേട്ടു, കരീബായ അല്ല കേട്ട് കേട്ടാൽ എനിക്ക് ഇന്നത് തരാമെന്ന് പറഞ്ഞത് എനിക്ക് തരാതിരിക്കണ്ടായി. ചെറിയൊരു ദോഷം വരാമോ കണ്ടുവരാം, അവൻ്റെ CCTVൻ്റെ മീലിൽ ഞാൻ കുറ്റപ്പാട് ചെയ്തു. അപ്പം തണ്ടാകും മനുഷ്യർക്ക് ഒരുപാട് പ്രതീക്ഷകളും മറ്റും, അതുപോലെ ചെറിയ അമലുകൾക്ക് പോലും എന്നുണ്ടാകും റജാ വർദ്ധിക്കാൻ, ചെറിയ ഒരു കുറ്റങ്ങൾക്ക് പോലും ഹൗഫ് വർദ്ധിക്കാൻ കാരണമായി. ഈ 3 ലക്ഷണങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ എന്താണ് അർത്ഥം വന്നത്? ശുആഉൽ ബസീറത്തായ ബസീറത്തിന്റെ തുടക്കമായ 1-ാം സ്റ്റാൻഡേർഡ് പോലും നമുക്ക് എൽവി തുറന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. നമ്മിങ്ങനെ എന്തെല്ലോ പ്രഖ്യാപിച്ച് വേറെ ആൾ പോലിച്ചവനോടൊന്നും കാര്യമില്ല. ഇന്നേക്ക് ശുആഉൽ ബസീറത്ത് തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. എന്താ ലക്ഷണം? എന്താ? എനിക്ക് രഹസ്യമായ ഒന്നും ചെയ്യുമ്പോൾ എനിക്ക് റജാ വരുന്നുണ്ട്, രഹസ്യമായ ഒരു പിഴവ് സംഭവിക്കുമ്പോൾ ഹൗഫ് വരുന്നുണ്ട്, എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും എനിക്കെന്ത് വലിയ പ്രതീക്ഷയും അവനിലേക്കുണ്ട്. ഈ 3 വരുന്നുണ്ടോ കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കും. നമ്മൾ വിലയിരുത്തിയ വേണ്ടി മറ്റൊരാൾ മേഖലറ്റും കെട്ടിയിട്ട് അയാൾ കഥ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംഗതി ഉണ്ടാവില്ല. ഈ സാധനം എടുത്തിട്ട് ഇത് പൊന്നിൻ്റെ കട്ടയാണ്, മേക്കും കെട്ടിയിട്ട് മതഹാ പറയുന്നു ചെയ്തിരുത്തിയിട്ട്. ഇതെന്താ സാധനം അറിയോ? പൊന്നിൻ്റെ കട്ടയാണ്, തങ്കത്തിൻ്റെ അയിന എന്നൊക്കെ പറഞ്ഞ തങ്കയാണ്. ഇവിടെ വിലയിരുത്തും. ശുആഉൽ ബസീറത്തി യുശ്ഹിദുക ഖുർബഹു മിൻക, നീയുമായുള്ള സാമീപ്യത്തിനെ നീക്ക് ബോധ്യപ്പെടുത്തി തരും. അപ്പോൾ നിന്നെക്കുള്ള അല്ലാഹ് അല്ലാഹു കരീം, അല്ലാഹു കരീം എന്നുള്ളത് എനിക്ക് അനുഭവിച്ചു. രണ്ടാമത്തെ ശൈലിത വഅൈനുൽ ബസീറത്തി, വീണ്ടും തോന്നുന്നു ഐനുൽ ബസീറത്ത് എന്താ കളിക്കുക? യുശ്ഹിദുക അദ്മക ലിവുജൂദിഹി, അല്ലാഹുവിൻ്റെ വുജൂദുണ്ട്, നമുക്കും ഒരു വുജൂദുണ്ട് അല്ലേ? ആ വുജൂദിന് അല്ലാഹുവിൻ്റെ വുജൂദ് എന്ന് പറഞ്ഞാൽ ദാത്തിയാണ്. അത് പലാൽ സംഭവിക്കാതെ ഏതായിരിക്കും? അമ്പലും ബാക്കിയും. പക്ഷെ നമുക്കുള്ള വുജൂദ് എന്ന സാധനം താൽക്കാലികം, അപ്പുറം ഇപ്പുറം അകുമ. അപ്പൊ നമ്മളെ വുജൂദ് എന്നുള്ളത് ബിൽ ഈജാദ്, മറ്റൊരാൾ തന്നിട്ടുണ്ടായ ഒരു ഉണ്ടാക്കാം. മറ്റൊരു പീസ് വലിച്ചാൽ ഈ ബനാലായി അകുമായി. അള്ളാഹുവിന്റെ വുജൂദ് ഏതാണ്? ദിവാത്തിരിയാണ്. അപ്പം അള്ളാഹു മൗജൂദ് ബിൽ വുജൂദ്, ഫിൽ വുജൂദ് അല്ല. ഇത് പണ്ടേ പഴമാണെന്നാണ് മറ്റോറ് ചെയ്യുന്നതോ മറ്റോറ് എഴുതിക്കോട്ടെ, നമുക്ക് തെളിവല്ല. നമുക്ക് അക്കലയും ജക്കലിയുമായി കണ്ടുകൊണ്ട് സുഹൃത്തായ വേറെ ആളെ ജലീൽ പോലും അല്ലാക്കിയില്ലേ നമ്മ ഉത്തരവാദി. അപ്പോൾ അള്ളാഹുവിൻ്റെ വുജൂദിന്റെ കടുപ്പെത്തിട്ടുണ്ട്, വളരെ ഉന്നതമാണ്. ഒരു തരത്തിലും അകമ നീണ്ടാത്ത അജലിയും അബദിയുമായ വുജൂദാണ്. ആ വുജൂദിന്റെ മുമ്പിലേക്ക് നമ്മുടെ താൽക്കാലികമായ വുജൂദ് എന്തിനു മതി? നോക്ക്, അള്ളാഹുവിൻ്റെ വുജൂദിന്റെ ആ മുദ്ദത്തുണ്ടല്ലോ, പീരീഡ്, കാലയളവ്, അതിലേക്ക് ചേർത്താൻ നമ്മൾ 50 വയസ്സ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ 50 കൊല്ലം എന്നുള്ളത് അല്ലെങ്കിൽ ചേർത്താൻ തണ്ടതിൽ അത് മാത്രം ചിന്തിച്ചാൽ മതി. എത്ര ശതമാനം ഉണ്ടാവും? ഒരു ടീസ്പൂൺ വെള്ളം എടുത്തിട്ട് കടലിൻ്റെ കരക്ക് പോയാൽ കടലിലെ വെള്ളത്തിലേക്ക് ചേർത്താൽ ഈ ടീസ്പൂൺ എത്ര മില്ലി ഉണ്ടാകുക? അപ്പൊ അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ എനിക്ക് അതുമാണ്.
അപ്പൊ ഞാൻ തന്നെ അടുമാണ് എന്ന് വരികയാണെങ്കിൽ ഞാനല്ലാത്ത സാധനം അവരെ കൊണ്ടും അടുമായിരുന്നു. കാരണം മനുഷ്യനൊക്കെ എന്തുണ്ടാല് ഒന്നിക്കുന്ന സ്വന്തം താത്ത്, അല്ലെങ്കിൽ ഹാബില്, അല്ലെങ്കിൽ വാഹിദ്, 3 തരത്തിലുണ്ടാവും. നിങ്ങൾ താമ കഴിച്ചാണ് ഞാൻ. അപ്പൊ നമ്മളെ ഗുരുവിനെ മറ്റേ ഗുരുവിലേക്ക് താരതമ്യം ചേർത്തിട്ട് അത് നോക്കുമ്പോൾ നമ്മ അടുമാണ് എന്നതൊക്കെ ബോധ്യപ്പെടും. നമ്മൾ തന്നെ അടുമാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളതും അടുമാണ്, നമ്മുടെ സ്വന്തം ബസറും എല്ലാം അടുമാണ്. അപ്പൊ സ്വന്തം തടിയിലുള്ള ഈ സാധനം തന്നെ അടുമാണ് എന്ന് പറയുമ്പോൾ ഹാദിന് കുറച്ചും കൂടെ അടുമാവും, വായിബ് അതിനേക്കാൾ അടുമാവും. അപ്പൊ അടുമക്ക എന്ന് പറഞ്ഞാൽ എന്തുവിട്ട് നിന്റെയും പരിസരത്തും വരാനിരിക്കുന്ന എല്ലാ സാധനവും അതുമാണ് എന്താക്കും എനിക്ക് ബോധ്യപ്പെടും. അപ്പൊ അമ്മാന്റെ വജൂദ് മാത്രമേ അവന്റെ കണ്ണിൽ കാണുന്നുള്ളൂ. അപ്പൊ അമ്മ ഞാൻ മൗലൂദയെന്ന് തോന്നുന്നു. നമ്മുടെ കഴിച്ചിൽ എത്രയേ ഉള്ളൂ, ഞാൻ മൗലൂദയിലല്ല. മുഖാദി തന്നെ പറഞ്ഞില്ലേ, ഷാഹാദൽ എന്താണ് മഹദുല്ലതുമാണെന്ന് ബോധ്യപ്പെടുന്നു. അതേപോലെന്ന് രണ്ടാമത്തെ സ്റ്റേജായ ബസീറത്തിന്റെ ഐനുൽ ബസീറത്ത് തുറന്നാലുണ്ടായി. അന്നല്ലാത്ത ഓർമ്മൊന്നും അല്ല കണ്ടിട്ടില്ല. അതല്ലേ മിന്നൽ ജില്ലയില് എന്താണ് ഓരോ മക്കളെ കുറിച്ചും ഓരോ ഭാര്യനെ കുറിച്ചും ഓരോ തടിയെ കുറിച്ചും അവർക്ക് താല്പര്യങ്ങളെല്ലാം അതാകായി എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു. വാനിൽ മഹീന ഭക്ഷണം കഴിച്ചനാ, എന്ത് ഭക്ഷണമോ അതിന് കഥയില്ല. വെള്ളം കുടിച്ചനാ, അതും കഥയില്ല. മക്കളെയോ അതിനെക്കുറിച്ച് ഓർമ്മയില്ല. എല്ലാം മറ്റേ ഗുരുവിൽ എന്തായി ലയിച്ചു പോയി. യുഷിബുക്ക് അതുമകൾ ഗുരുതി ബന്ധുന്ന് കണ്ടാൽ അങ്ങനല്ലേ. ബെന്തിലേക്ക് താരതമ്യം ചെയ്താൽ നമ്മിപ്പോ പത്തീട്ടാ പോലേക്ക് വലിയ ഇമ്മണി വലിയ മൊയിലാറായിട്ട് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കണ്ണി പുസ്തകോ കൊട്ടുപിത്തങ്ങളോ കയറി വന്നാൽ ഓർ അറിവിലേക്ക് ചേർത്താൽ ഇവൻ ഇമ്മണി മൊയിലാറാ. എല്ലാ വലിയകളും മേലെ കുത്തുവാണോരും എന്നൂടെ വീട്ടിലെ പിള്ളറതെന്ന് ഓർന്നു. അപ്പൊ ബന്ധുന്ന് കണ്ടാൽ താരതമ്യം ചെയ്താലുമില്ല, അത് മുൻമഹിലായിപ്പോയി. ഉടമ അതിനെ കണ്ടപ്പോൾ നിന്റെ ഉജൂദ് എന്താ, അതെടുക്കാൻ മാത്രമൊന്നുമില്ല, കൈ തന്നുമയില്ല. അപ്പൊ ഇത് ചുരുക്കത്തിൽ പൂർണ്ണമായ ഫനാഹിന്റെ മഖാമാണ് എന്ന് പറയും. ഇതില്ലേ ഈ ഫനാഹിന്റെ മഖാമിൽ നിന്ന് കുറച്ചും കൂടി കയറിയിട്ട് 3ാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ എന്താകും, 2 ഉജൂദും ഇവന്റെ മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഏതാ വലുത് ഏതാ ചെറുത്? ചെറുതിനെ ചെറുതായിക്കൊണ്ടും വലുതിനെ വലുതായിക്കൊണ്ട് കണ്ടിട്ടുണ്ടാക്കുന്നവയോ ഇവന്റെ അറിവിലേക്കും നോക്കുന്നില്ല, ഒന്നിലേക്കില്ലാണ്ട് മറ്റേ വജൂദ് മാത്രം. ഹഖുൽ ബസീറത്തി യുശ്ബിക വജൂദഹു എന്നില്ല, ലാ അദമക വലാ വജൂദക, നിന്നിലേക്ക് ടച്ച് ചെയ്യില്ല. അപ്പോൾ ഈ സുഹാബുൽ ബസീറത്ത് പോലും തുറന്നത് ഇല്ല എന്ന് വരുമ്പോൾ 2ാമത്തെ 3ാമത്തെ ഔല ഒന്നും തുറന്നിട്ടില്ല എന്ന് പറയാം. അപ്പൊ നാം ഫനായിലും ബക്കായിലൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വാദിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല എന്നായി. അതെന്താണല്ലോ താഴേക്ക് നോക്കിയിട്ട് നമ്മ വലുതാകുന്ന നിൽക്കും, താഴേക്ക് നോക്കിയിട്ട് നമ്മ വലുതാകുന്ന നിൽക്കും. ഇത് ഒരു കുരുമുളക് എടുത്തിട്ട് പർവ്വതത്തിലേക്ക് താരതമ്യം ചെയ്താൽ കുരുമുളകിന്റെ വിലയില്ല. അതേ അവസരത്തിൽ കടുവിലേക്കോ ആറ്റവിലേക്ക് ചേർത്തിയൊക്കെ കുരുമുളക് വലിപ്പം കാണും. നമുക്ക് പറ്റിയെന്താണെന്നറിയോ, കുറച്ച് ചെല്ലലും പാടലൊക്കെ നടത്തി കൊച്ചങ്ങോട്ടെല്ലാം പോയി ഇങ്ങോട്ടെല്ലാം പോയിട്ട് നോക്കുമ്പോൾ ഞാൻ ഒരു ഉമ്മണി വലിയാണ് അയച്ചിട്ടുണ്ടെന്നൊരു തോന്നല്. അന്നാക്കുന്നില്ല. ഇതൊന്നും ആസ്വദിക്കാത്ത പാവങ്ങളിലേക്ക് നോക്കിയാലൊരു ഗമ എന്താ കിട്ടീന്. ഇതുകൊണ്ടെന്ന് എന്താക്കുന്നത്, എപ്പോഴും ദീനിയായ വിഷയത്തിൽ മുകളിലേക്ക് നോക്കുമ്പോൾ വിട്ടിട്ടില്ല. ഇതെല്ലാം ബസീറത്ത് പോലെ കളിക്കുന്നു. ഏകദേശം മനസ്സിലായില്ലേ? ഇനി ഉപ്പർ പറഞ്ഞത് ഏതാ ആദ്യം വായിക്കുന്നത്? മറ്റേ വയാതിലുള്ളത് വായിച്ചോ. സുമ്മക്കാല റളിയല്ലാഹു ശുആഉൽ ബസീറ എന്നല്ലേ തുടങ്ങിയ അത് മുഹത്തതെ.
വയുഅബ്ബറു അൻഹു ബിനൂനിൽ അഖിലി എന്നും അതിന് മറ്റൊരു പേരുണ്ട്. വബി ഇൽമിൽ യഖീൻ എന്ന് രണ്ടാമത്തെ പേരുണ്ട്. മൊത്തത്തിൽ 3 പേരായി. ഒന്ന് ശുആഉൽ ബസീറത്ത്, 2 നൂറുൽ അഖിലി, മറ്റേതോ ഇൽമുൽ യഖീൻ. നമ്മുടെ യഖീനിൽ ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ അതതിൻ്റെ പദം നോക്കിയിട്ടാണ്. ഇൽമുൽ യഖീനും അതിൻ്റെ വ്യത്യാസം എന്താണ്? ഇൽമുൽ യഖീനിലെ ഒരു വിശ്വാസത്തിൻ്റെ സ്റ്റേജ് ഉണ്ട്, വിശ്വസിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾക്കുള്ളൊരു സ്റ്റേജ്. അതെന്താ? പൊതുവെ കേട്ടിട്ടും പഠിച്ചിട്ടും അറിഞ്ഞിട്ടും വന്ന അറിവായിരിക്കും. അതിൻ്റെ പിന്നിലുള്ള സ്ഥലത്ത് എന്തായിരിക്കും? തക്ലീദാവാം. തക്ലീദ് എന്നാൽ ഉസ്താദന്മാർ പറഞ്ഞു കൊടുത്തത്, ഉപ്പമാർ പറഞ്ഞു കൊടുത്തത്, മറ്റോട് പറഞ്ഞു കൊടുത്തത് കിതാബിൽ നിന്ന് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ. അതേ അവസരത്തിൽ അതിൻ്റെ വളർത്തിയാൽ എന്താകും? ഐനുൽ യഖീൻ്റെ സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ പിന്നിൽ അഖിലിയോ നഖലിയോ ആയ ദലീലുണ്ടാകും. തക്ലീദ് വിട്ട് മൂന്നാമത്തെ ഹഖുൽ യഖീനിലേക്ക് എത്തുമ്പോൾ ദലീലെല്ലാം പോയിട്ട് ഇവ കണ്ട് ആസ്വദിച്ചവനാണ്. അതിനമ്മ പണ്ടേ പറയില്ലേ, അങ്ങനെയോ ഒരു കള്ളശാപിന് തീ പിടിച്ചിട്ടുണ്ട് പോലും, ഭയങ്കര തീപിടുത്താന്ന് പറഞ്ഞാൽ വിശ്വസിച്ചോ ഇല്ലയോ എന്ന് പറ. വിശ്വസിച്ചു. എന്താ വിശ്വാസം? ഇൽമുൽ യഖീൻ. ചിലപ്പോൾ അയാൾ പറഞ്ഞത് കളവാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചത് കളവായി, നടന്നോളുന്നില്ല, മുംകിനാണ് അല്ലേ? അപ്പോഴേക്കുണ്ട് ഫയർ സർവീസിന്റെ വണ്ടി പോകുന്നു, ഭയങ്കരമായ പുക തീറ്റുന്ന്. ഓ, അപ്പോൾ ഇത് രണ്ടും കൂടി ഓട്ടി വായിച്ചാൽ എന്തായി? ഐനുൽ യഖീൻ. അയാൾ പറഞ്ഞത് പറ്റക്കളവുണ്ടാക്കണം. ദലീലും. മൂന്നാമത് നമുക്കെന്ന് പോയി കാണാൻ അവിടെ പോയിട്ട് തീരെ ചൂടല്ലേക്ക് കുറെ പുകയും മണത്തിട്ട് കൊണ്ട് വന്നു. ഇനി പറയട്ടെ, തീ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഹഖുൽ യഖീന്. അവൻ യഖീൻ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? യഖീന എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഒരു സാധനം നീങ്ങിപ്പോവാതെ തളം കെട്ടി നിന്നു എന്ന മാതിയാഫിലാണ് യഖീന. യഖീനൽ മാഉ ഫിൽ ഹൗലി. അപ്പൊ ഇത് സൂഫിയാക്കളെ കുത്തകയായ കലിമത്തല്ല എന്നർത്ഥം. ഭാഷാർത്ഥത്തിലുള്ള ലോകത്തൊരു കലിമത്താണ്. ചിലവുകളുണ്ട്. സൂഫിയാക്കളെ കുത്തക എടുത്തിട്ട് ഇയാളെ വീട്ടിൽ ചിലവാക്കി ഒന്നുമില്ല, സംഗതി തിരിഞ്ഞേ ഉള്ളൂ. യഖീന എന്താ? യഖീന ഒരാശയം, ആ ആശയം മനസ്സിൽ കെട്ടിക്കിടന്നു, മനസ്സിൽ നീങ്ങി പോതേയില്ല. അപ്പൊ ഈ ആശയവും മനസ്സും പരസ്പരം ചോർന്നു പോകാത്ത രീതിയിൽ തളം കെട്ടിയാലുണ്ടാകും. എന്നത്തെ ആശയം ഏതാണ്? മറ്റേ സാധനം തീ പിടിച്ചു എന്നുള്ളതാണ് ആശയം. അത് നീങ്ങിപ്പോകുന്നേയില്ല. ആ യഖീനാണ് ഫഈൽ വസനിലുള്ള ഷഹീദ് എന്ന് പറയും പോലെ യഖീൻ എന്നത് വസ്ഫാണ്. വസ്ഫിൽ നിന്നുണ്ടാവും, വസ്ഫിൽ അതിനപ്പുറം മൗസൂഫ് ഉണ്ടാവും. ഇത് തയ്യിബാണ് തയ്യിബാണ് എന്ന് പറഞ്ഞാൽ ഈ തയ്യിബ് വസ്ഫാണെങ്കിൽ ആ മണമുള്ള സാധനം അപ്പുറം മറ്റൊന്നുണ്ടല്ലോ, മൗസൂഫ് ഉണ്ടല്ലോ. അപ്പൊ എന്താ ഷഹീദ് ഫഈൽ എന്നൊക്കെ പറയുന്ന വസനുള്ള ഒരു വസ്ഫിന്റെ നാമമാണ് ഇത് യഖീൻ. ഇവിടെ എന്താണ്? നമ്മൾ ഇസ്ലാമികമായി വിശ്വസിക്കേണ്ടുന്ന ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ സ്ഥലം പിടിച്ചിട്ട് എന്താണ്, അത് ഒരു കാരണത്താൽ നീങ്ങിപ്പോകാതെ ഉറച്ചു നിന്നാൽ യഖീനാണ്. അപ്പൊ യഖീൻ എന്താണ്? ഈ ആശയം. ആ യഖീനിന്റെ സ്റ്റേജ് ഏതാ? ഒന്നെങ്കിൽ ഇൽമുൽ യഖീൻ, അല്ലെങ്കിൽ ഐനുൽ യഖീൻ, അല്ലെങ്കിൽ ഹഖുൽ യഖീൻ. തഖ്ലീദിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചതാണെങ്കിൽ ഇൽമുൽ യഖീൻ, മറ്റേത് ദലീലിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഐനുൽ യഖീൻ. ഇവ നേരിട്ട് ആസ്വദിച്ച അനുഭവസ്ഥനാണെങ്കിൽ ഹഖുൽ യഖീൻ. ശരിയില്ലേ? ഇനി ഇതിനപ്പുറം പറഞ്ഞാൽ നമുക്ക് കഴിയില്ല. അതാണ് ശുഹാ എന്ന് പറഞ്ഞതും നൂറുൽ അഖിൽ എന്ന് പറഞ്ഞതും ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞ ഒരേ സ്റ്റേജിലാണ്. അത് പ്രാരംഭ രംഗത്താണെന്ന് അർത്ഥം. അടുത്ത് നോക്കിയാൽ അതെന്താക്കും? നീയുമായല്ല അള്ളാഹുവിന്റെ കുർബ് എന്താകും നിനക്ക് ബോധ്യപ്പെടുത്തി തരും. അതിന് വിശദീകരണം പറഞ്ഞല്ലോ, അതിന്റെ ലക്ഷണങ്ങളും. ഇനി 2 ഐനുൽ ബസീറത്തി. അതാ ബസീറത്തിന്റെ 2ാം സ്റ്റേജ്. അതിനെന്തുണ്ട്? അതിനോട് പേര് പേര് പറയും. മറ്റൊന്നോ ഐനിൽ യഖീൻ എന്നും മറ്റൊരു പേരുണ്ട്. അതെന്താക്കും? അള്ളാഹുവിന്റെ വജൂദിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നിനക്ക് പൂർവ്വം അതുമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടും. നിന്റെ കയ്യിൽ ഒന്നുമില്ല, സിഫറും വാങ്ങും.
എനിക്ക് കുറേ അമലുണ്ട്, കുറേ കോപ്പുണ്ട്, കുറേ താപ്പുണ്ട്, ഞാൻ ബോട്ടിന് എന്തെങ്കിലും എനിക്ക് ലക്ഷം ലക്ഷം ബോട്ട് കിട്ടും, കുറേ അതുണ്ട് ഇതുണ്ട് ഇവിടെ ഒന്നും പറയും. നീ തന്നെ ഇല്ലല്ലോ ഇവിടെ. അപ്പൊ ഉജുബാക്കാനുള്ള സാധനം കൂടി ഇല്ല. വഹക്കുൽ ബസീറത്തിനോട് ഇതേമാതിരി പേര് ബിനൂരിൽ ഹക്ക്. മറ്റൊന്നോ വബി ഹക്കിൽ യഖീൻ. അവിടെയുണ്ട് 3 പേര്. ബോധ്യപ്പെടുത്തി തരുന്ന സാധനങ്ങൾ തിരിഞ്ഞല്ലോ. ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർബിനെ ബോധ്യപ്പെടുത്തും, രണ്ടാമത് നിന്റെ അറിവിനെ ബോധ്യപ്പെടുത്തും, മൂന്നാമത് അള്ളാഹിന്റെ ബുജൂദിനെ മാത്രം ബോധ്യപ്പെടുത്തും, നിന്നിലേക്ക് ടച്ചില്ല. അതല്ലേ വൽ ഹാസിൽ പറഞ്ഞിടത്തോളം എന്താ സംഗതി? അന്നസാലിക യഹ്തിഫു അലാ ഖൽബിഹി അൻവാറുൻ ഇലാഹിയത്തുൻ. ഒരു സാലിക്കായ മനുഷ്യൻ, സാധിക്കുന്നുണ്ട് എന്താ? അള്ളാഹുവിൻ്റെ മാരിഫത്തിലേക്ക് പോകാൻ വേണ്ടി നല്ല നിയത്തും ചെയ്തിട്ട് രംഗത്തിറങ്ങിയ ആ വ്യക്തിക്ക് അവൻ്റെ കൽബിൻ്റെ മേലുണ്ടാകും ആളില്ലാത്തൊരു പറച്ചിൽ. ഹത്തപ്പ അവിടെ ടെലിഫോണിന് ഹാത്തിഫ് പോകുന്നില്ലല്ലോ, ആളെ കാണുന്നില്ല. ഹാത്തിഫ് ഏടെ അവൻ്റെ കൽബിൽ ആരാ വിളിച്ചു പറയുന്ന ആള്? അൻവാറുൻ ഇലാഹിയ. ഇലാഹിനെ കൊണ്ട് ചേർക്കപ്പെട്ട അൻവാറുകൾ ഇവൻ്റെ കൽബിൽ എന്താക്കും? വിളിച്ചു പറയും. അപ്പോ യുഅബ്ബറു അൻഹാ, ഈ അൻവാറുൽ ഇലാഹിനെ പറ്റി പറയും ബിഹാദിഹിൽ ഇബാറാത്ത്, ഈ പറയപ്പെട്ട ഇബാറത്ത് ഇതെല്ലാം ഒന്നിക്ക് ശുആഉൽ ബസീറത്ത് ഇബാറത്തിടും, അല്ലെങ്കിൽ നൂറുൽ അഖ്ൽ ഇബാറത്തിടും, അല്ലെങ്കിൽ ഇൽമുൽ യഖീൻ എന്ന ഇബാറത്തിടും. ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് പറയും ഐനുൽ ബസീറത്ത് എന്ന് പറയും, പിന്നെ നൂറുൽ ഹഖ് എന്ന് പറയും, ഹഖുൽ യഖീൻ, നൂറുൽ ഇൽമ്. മൂന്നാമത്തെ സ്റ്റേജിൽ എന്തുണ്ടാകും? നൂറുൽ ഹഖ്, ഹഖുൽ യഖീൻ. അത് മനസ്സിലായില്ല. ഇനി അലാ കുല്ലി വാഹിദി, ഓരോന്നിനും തർത്തുമായി വരുന്ന കാര്യങ്ങളുടെ സമറാത്ത് കുറേ ഫലങ്ങളും കുറേ ഫായിദകളും ഉണ്ട്. എന്താണത്? ഒന്നാമത്തെ സ്റ്റേജിൽ ഖുർബിനെ ബോധ്യപ്പെടുത്തും, രണ്ടാമത്തെ സ്റ്റേജിലോ നിന്റെ അദബിനെ ബോധ്യപ്പെടുത്തും, അല്ലാഹു മാത്രമേ ഒരു ഫലാഹ്. മൂന്നാമത്തെ സ്റ്റേജിൽ എന്തുണ്ടാകും? ബഖാ. ഇതെല്ലാം ബോധ്യപ്പെടുത്തലി. ഖാല ബഅ്ദുഹു വലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത തവാദുഇ. ഇതോടെ അവാരിഫിന്റെ ഇബാറത്താണത്. അവാരിഫുൽ മാരിഫിന്റെ ഇബാറത്താണ്. വലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത തവാദുഇ. തവാദു എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, കിബറിന്റെ ഓപ്പോസിറ്റായിട്ട് പറയും തവാദു. ഈ തവാദു എന്തുണ്ടാവില്ല, എന്തെല്ലോ കാട്ടിക്കൂട്ടി അഭിനയം കൊണ്ടോ പവർ കാട്ടിക്കൊണ്ടൊന്നും തവാദു ആയിക്കൊള്ളുന്നില്ല. നടക്കുമ്പോൾ മെല്ലനെ ചെറുങ്ങനെ നടക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് അപ്പോൾ മൂലക്ക് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം തവാദുവാണ് മനസ്സിലാക്കിയിട്ട് ഞാൻ വലിയ മുത്തവാദു ചെയ്യാന്നെല്ലാം കാണില്ലേ? ഒന്നും അല്ല, വെറും തട്ടിപ്പാണ്. തവാദുവിന്റെ ഹഖീഖത്ത് വേണമെങ്കിൽ ഇല്ല ഇന്നലെ മആനി നൂറിൽ മുശാഹദ, മുശാഹദന്റെ നൂറിനെ കത്തിത്തിളങ്ങണം. വിനീതൻ എന്ന് പറഞ്ഞാൽ വലിയ മുത്തക്കബിറാണ് ഈ വിനീതൻ. ഈ എന്ന് പറയുമ്പോൾ നോ വലിയാണ്, കാരണം ഇഷാറത്തു നിശ്ചയൊന്നില്ലേ. അപ്പൊ അത് തട്ടിപ്പോക്കണം. മുശാഹദന്റെ നൂറ് കത്തിൽ പ്രകാശിക്കാത്ത കാലത്തോളം ഉണ്ടാവില്ല, തവാദുവിന്റെ ഹഖീഖത്ത് ഉണ്ടാവില്ല, വെറും തട്ടിപ്പ് മാത്രമേ ഉണ്ടാവില്ല. എവിടെ പ്രകാശിക്കണം? ഫീ കൽബി, അവൻ്റെ കൽബിൽ. ആ കൽബിലാകുമ്പോൾ നഫ്സു. അപ്പൊ നഫ്സ് എന്തായി? ഒരുക്കി തീർന്നു. മറ്റേ നൂറ് വന്നപ്പോ ഇപ്പം മെഴുക് അല്ലെങ്കിൽ എന്താണ് നെയ്യെടുത്തു, നെയ്യെടുത്താൽ അത് ജാമിദാണെന്ന് തോന്നും. ബൈലത്തുണ്ടെങ്കിൽ കണ്ടാല് ഒരുക്കി തീർന്ന് അത് ദ്രാവകമായി മാറി, മായിയായി മാറി, ജാമിദായ സാധനം മായിയായി മാറി. ഇതുപോലെ മുശാഹദിന്റെ അൻവാറിന്റെ ബൈലത്തുണ്ടാക്കി നഫ്സിനെ കൊണ്ടേച്ചാല് നഫ്സിന്റെ എല്ലാ പോകത്തിലും മാറി നല്ല ഒരുങ്ങി അങ്ങോട്ട് പോയി. ഒരുങ്ങി പോകുമ്പോൾ ഒന്നുമില്ലാത്ത ഞാനേ എങ്ങനെയൊക്കെ ഗുരു കാട്ടുന്ന പിന്നെ തോന്നും. അപ്പൊ ഹഖീഖത്തും തവാദുവിലേക്ക് എത്തിയത് കേട്ടാ. എന്നിട്ടോ ഹഖ്, ആ നഫ്സ് എന്താക്കും? ഹക്കിന് വേണ്ടി കീഴുന്നില്ല അല്ലേ? വലിൽ ഖൽഖി, ഖൽഖിന് വേണ്ടിയും എന്താക്കും? കീഴുന്നു. ഖൽഖിനോടാണല്ലോ ഗുരു കാട്ടുന്നത്. അപ്പോൾ ഓരെല്ലാം വലിയ ആളാണ് എന്നിട്ട് എന്താക്കും? അതിൻ്റെ മുമ്പിൽ കീഴുന്നു. അതെങ്ങനെ? ബി മഹവി ആസാരിക, നഫ്സിന്റെ ആസാറ് തേഞ്ഞു മാഞ്ഞു പോയില്ലേ? സുബൂനി വഹരിഹ വഹുബാരിഹ,
ആ നഫ്സിനുള്ള വഹജ് എന്ന് പറഞ്ഞാൽ ആ തീ ചൂടിനെ പറയാം വഹജ്. സിറാജൻ വഹാജ എന്ന് ഖുർആനില്ലേ, സിറാജൻ വഹാജ. ഏതാ സാധനം? സൂര്യൻ. ഒന്ന് സിറാജ്, മറ്റൊന്നോ അതിനിപ്പം മുറ്റത്ത് കഴിഞ്ഞാൽ കൊണ്ടെടുക്കാണ്ട് മുറ്റത്തെ മുക്കാക്കിയുന്നില്ല, അതിൻ്റെ വഹജ് വളക്കൂല്ലേ. അപ്പം വഹജ് അതിൻ്റെ ചൂട്, നെർച്ചിനുണ്ടാകുന്ന ഒരു ചൂടും അതിൻ്റെ പൊടിയും പുകയൊക്കെ എന്തായി എല്ലാം കൂടെ പോയി, തണുത്തു പോയി. ഇനി വബയ്യനൽ മുസന്നിഫ് റളിയല്ലാഹു തആല അൻഹു വറളാഹു അൻനാ അന്നല്ലദീ യൻകശിഫു ബിന്നൂരിൽ അവ്വൽ, ഒന്നാമത്തെ നൂറ് ഇത് ശുആബുൽ ബസീറത്തി എന്ന നൂറ്, അല്ലെങ്കിലോ നൂറുൽ അഖലി ഇൽമുൽ യഖീൻ എന്തോയിക്കോട്ടെ. അന്നേരം ഖുർബുല്ലാഹി മിൻക, ഇബാദത്ത് മനസ്സിലാകുന്നില്ല. ഇഷ്ഹിലുക ഖുർബഹു മിൻക എന്നതാണ് എൻ്റെ ഫലം. സമറത്തു താലിക്ക, അതിൻ്റെ സമറത്ത് എന്താണ്? നേരത്തെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഏത് വേദാന്തം എത്രാണോ വന്നാൽ ഇതിന് പരിഹാരം കാണേണ്ടുന്ന ഏക അവലംബ കേന്ദ്രം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ വരിക്കെന്താക്കും? പ്രതീക്ഷയുടെ വാതിൽ തുറന്നിട്ടുണ്ട്. ഗുഹയിൽ 3 ആൾ കുടുങ്ങിയില്ലേ, ഹദീസിൽ പറഞ്ഞില്ലേ? അവർക്കെന്തില്ല, കാറ്റ് കിട്ടാനില്ല, പ്രാണവായു ഇല്ല, അല്ലേ? ഉള്ള വായു ശ്വസിച്ച് തീർന്നാൽ ഇനി കാർബൺ ഡയോക്സൈഡ് എല്ലാവരും ശ്വസിച്ചോളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ശ്വാസം മുട്ടി മരിക്കേണ്ടി വരും. ലൈറ്റ് ഉണ്ടാ? ഇല്ല. കുടിക്കാൻ വെള്ളം ഉണ്ടാ? ഇല്ല. ഭക്ഷണം ഉണ്ടാ? ഇല്ല. ഇവരുടെ വാർത്ത ആരും അറിയുന്നുണ്ട് ഇങ്ങനെ 3 ആളോട് കുടുങ്ങിയിട്ടുണ്ടെന്ന്? ഇവർക്ക് വാർത്ത പുറത്തേക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ എന്തെങ്കിലും ടെലിഫോണെന്നുണ്ട്. എന്താണ് ഒരു രക്ഷാമാർഗം? ഓർക്ക് പക്ഷെ മനസ്സിനവർക്ക് നിരാശയില്ല. എന്തുണ്ട്? കരീമായവർക്ക് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഓരോടൊന്ന് പറഞ്ഞു നോക്കാം. ഓരോരുത്തർ ദ്വാരക്കെന്ന് പറഞ്ഞു ദ്വാര തുടങ്ങി. ദ്വാര തുടങ്ങിയപ്പോൾ ഒറ്റ ദ്വാരന്റെ ഫലം കണ്ടാൽ രണ്ടാമത്തെ ആൾക്ക് ചാൻസ് ഉണ്ടാവില്ല. എല്ലാവരും കഴിഞ്ഞു പോയിക്കൂലേ? അപ്പൊ എന്താക്കി? ആ ചാൻസ് 3 ഓഹരി വെച്ച്. ഒന്നാമത്തെ ആൾ വരുന്നപ്പോൾ ഈ ജനലിൻ്റെ പോലെ കാറ്റും വെളിച്ചവും കിടക്കണ്ടേ, പക്ഷെ പുറത്തു പോകാൻ കഴിയില്ല. രണ്ടാമത്തെ ആൾ വരുന്നാലും പുറത്തു പോകാൻ കഴിയില്ല, കുറച്ചും കൂടി തുറച്ചു വന്നു. 3-ാമത്തെ ആൾ വന്നപ്പോൾ പോക്കല്ല. അപ്പൊ അവരുടെ മനസ്സിലെത്താണ്ടായത് കരീമായ ഒരുത്തൻ നമ്മുടെ അടുക്കലുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വെയിലുണ്ടാക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവർക്ക് ശുആബുൽ ബസീറത്ത് മിനിമം തുറന്നിട്ടുണ്ടെന്നേ. നമുക്ക് നിരുമന്താകാൻ എല്ലാം തലക്കടിക്കില്ലേ? എവിടെ വേണ്ടി എങ്ങോട്ടാ വേണ്ടി അവിടെ എന്തൊക്കെയുണ്ട് എന്താ ചെയ്യാന്നൊക്കെ പറയില്ലേ? ഇനി ഇതിൽ നിന്ന് വിലയിരുത്തിക്കൂടാ നമുക്ക് ശുആബുൽ ബസീറത്ത് തുറന്നിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അടഞ്ഞു കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ട്. അടഞ്ഞു കിടക്കണം എന്തുണ്ടാക്കണം? തുറക്കാനൊരാൾ വേണം. തുറക്കാനൊരാളെ അയച്ചിട്ടുണ്ട്. അരി ولن يقبضه الله تعالى حتى يقيم بهم ملة لو جاء بأن يقولوا لا إله إلا الله ويفتح به أعينا عميا. ഇവിടെ ആ കണ്ണ് കാണാണ്ട് കിടക്കുന്ന കുറച്ച് കണ്ണിനൊന്ന് തുറക്കണോ? നമുക്ക് തുറക്കേണ്ട ഫാത്തിഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹയിൽ മാ ഉദിക്കണ്ട. പൂട്ടിക്കിടക്കുന്ന എന്തോ ഒരു സാധനം തുറക്കുന്ന താക്കോൽക്കാരനാണ് ആര്? സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളില്ലാത്ത കാലത്ത് എന്താക്കും? തങ്ങളെ ഇതിനോട് കൂടി തങ്ങളോട് കണക്ഷൻ സുബൂത്തായ തങ്ങളുടെ നായിബീങ്ങളായ ഔലിയാക്കൾ നമ്മളെ മുസന്നിഫിനെ പോലത്തെ ആളുകളുണ്ട്. കുറയില്ലാത്ത താക്കോൽ അൽ ഫാത്തിഹി ലിമാ ഉദിക, അൽ ഫാത്തിഹിൽ ഖാത്തിമി അല്ലേ? ഖാത്തിമാരാണ് അവസാനത്താണ്. അവസാനത്താണ് ഖാത്തിമുൻ നബിയ്യീൻ. അപ്പൊ മുമ്പ് കഴിഞ്ഞ പോലെ എല്ലാ അമ്പിയാക്കളെയും സുൽത്താനായിക്കൊണ്ട് അവസാനത്തിൽ വന്ന നബി കേട്ടാ. അപ്പൊ ഒന്നെങ്കിൽ തങ്ങൾ തുറക്കണം, അല്ലെങ്കിൽ തങ്ങൾ അധികാരപ്പെടുത്തിയ ആളുകൾ തുറക്കണം. ചിലപ്പോൾ തങ്ങൾ അധികാരപ്പെടുത്തിയ ആളെ തുറക്കുമ്പോൾ എന്താക്കുന്നറിയോ? വേല കിടത്തുമ്പോൾ ഞാൻ തന്നെ തുറന്നോളാം, ഇങ്ങനെ ഒഴിവാക്കിയത്. അങ്ങനെ ചില വലിയാക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഏറ്റെടുത്ത 3 ആളില്ലേ? എത്ര ആയിരം അവരൊക്കെ മാറി പേരുണ്ട്. ഇപ്പൊ എന്തായി? അള്ളാഹുവിന്റെ മുറാഖബ എന്ന് പറഞ്ഞാൽ ഇന്ന് കാട്ടുന്നൊരു കോലുണ്ട്, ഇങ്ങനൊക്കെ പാറ്റുന്ന കരി ഉള്ളിട്ടിട്ട് ഇങ്ങനെ ഇരിക്കലില്ല. അത് മുറാഖബ. മുറാഖബയുടെ ഹഖീഖത്ത് ഉണ്ടെന്ന് എൻ്റെ പരിസരത്ത് അള്ളാഹു ഉണ്ട്.
പുറത്തെത്തിയിട്ടുണ്ടാവും. ഈ ഇവിടെ CCTVയുടെ നിരീക്ഷണത്തിലാണ് എഴുതി വെച്ചാൽ നമ്മൾ ഓരോ ചലനങ്ങളും തുടരും പിടിക്കലെല്ലാം ഇതിൽ പേടിയില്ലാതെ നിൽക്കാൻ പണി എന്താക്കും, ഈനെ മുളാക്കം വരെ എന്നിട്ടേ പണിയെടുക്കും. അവിടെ അങ്ങനെ തെലുങ്കുപ്പായിട്ട് ഇങ്ങനെയുണ്ടായിരുന്നു എന്ത് നടക്കുന്നു എന്നുള്ളതിലാണ് ഇതാ ആ മുറക്കം നിർത്താൻ. അപ്പം എന്താകും ലജ്ജ. ഇരുട്ടത്താണെങ്കിലും ആരും കാണാത്ത സ്ഥലത്താണെങ്കിലും ആരും നോക്കാനില്ലെങ്കിലും അന്നാലും നയിപ്പില്ലേ ഇപ്പൊ നാണത്തിൽ. അപ്പൊ അള്ളാഹു താല വിരോധിച്ച സ്ഥലത്തൊന്നും നിന്നെ കാണൂല. മറ്റൊന്നോ കൽപ്പിച്ച സ്ഥലത്തിന് കാണാണ്ടിരിക്കുകയും ചെയ്യൂല. പള്ളിയിൽ ഒന്നാം സഭയിൽ തന്നെ കാണുന്നുണ്ട്, അല്ല കൽപ്പിച്ചതല്ലേ, ആടെ റെഡിയായിട്ടുണ്ട്, അറ്റൻഡൻസ് നടന്നെടുത്തല്ലോ. അപ്പൊ മൂന്നാക്കി ഒന്നാമത്തെ കുറുബിന്റെ ലക്ഷണങ്ങൾ എത്രയും പറഞ്ഞിരിക്കും. ഇനി ബാക്കി ഞാൻ പറഞ്ഞിരിക്കും. നിസാരമായ ഒരു സാലിയാമൽ നിഷ്കാല ഗർഭത്താണ് അമൽ ചെയ്തെങ്കിലും നമുക്ക് പ്രതീക്ഷ എന്തെങ്കിലും കിട്ടും. ഒറ്റ സലാത്തല്ലേ മാത്രം എനിക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടില്ല വലിയ പ്രതീക്ഷയില്ല. അപ്പൊ ചങ്ങായിമാരോട് പറഞ്ഞാൽ ഞാൻ 10 സ്വലാത്തിന് അവകാശമായിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ മക്കളോടെല്ലാം പറഞ്ഞൂടെ. ചെറിയൊരു തെറ്റ് വന്നാൽ ഞാൻ അടുക്കൽ കുറ്റക്കാരനായിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ പേര് ബ്ലാക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആള് നന്നാകാൻ വേണ്ടി മിനിമം സ്വയം ബസീറത്തിന് തുറക്കണമെന്നിലേക്ക് എത്തി. അപ്പൊ തുറക്കാൻ വേണ്ടി എന്താക്കാം, ഒന്നൊക്കെ ശേഖന്മാരെ പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പിടിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളെയും പിടിച്ചോ, അല്ലെങ്കിൽ അടുത്ത ആളെ ഞാൻ അവിടെ പോയി നോക്കാൻ അങ്ങനെ ഓർഡർ കൊടുക്കും. മറ്റത് കയ്യേറ്റല്ല. ഇപ്പൊ അതായില്ലേ. ഇനി വല്ലത് ഞാൻ കഷിപ്പുസ്ഥാനി സാരി കൊണ്ട് നിനക്ക് വെളിപ്പെടുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് അതാണ് അദമിയ്യത്തു കുല്ലി മൗജൂദിൻ. കുല്ലു മൗജൂദും അതുമാണ് എന്ന് ബോധ്യപ്പെടുത്തും. പക്ഷെ മത്തിൽ പറഞ്ഞ കുല്ലു മൗജൂദ് പറഞ്ഞിട്ടില്ല. മത്തിൽ പറഞ്ഞ അതുമക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഹാസം പിന്നെ കുല്ലു മൗജൂദ് മുമ്പ് അമ്മാക്കലി അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാദിർ, അത് ആദ്യം ഹാത്ത്, മറ്റൊന്ന് ഹാദിർ, മറ്റൊന്ന് ഗായിബ്. ഇവിടെ ഇത് തന്നെ ഇല്ലാണ്ടായാൽ ഹാദിർ ഗായിബ് അവനെ കൊണ്ട് പോയില്ല. അപ്പൊ കൊല്ലു മൗജൂദ് എന്ന് പറയാലോ. ഇമാറത്തും മറ്റൊന്നും തമ്മിൽ നമുക്ക് തിരിഞ്ഞങ്ങോട്ട് പോകണം. ഈ വെള്ളത്തിലുണ്ടെങ്കിൽ ആൾക്ക് പറ്റില്ല. കൊല്ലു മൗജൂദ് മനസ്സിലായില്ലേ? എന്തിന് ഈ വജൂദിൽ ഹഖ് സുബ്ഹാനഹു വ തആല അല്ലാഹു തആലയുടെ വജൂദിലേക്ക് അത് എന്തായി ലയിച്ചു പോയി. അപ്പൊ വയഷ്ഹദുൽ അക്വാന അദ്മൻ, അല്ലാഹു പടച്ച മുഴുവൻ അക്വാൻ അത് കുല്ലു ആകാനുള്ള കാരണം മനസ്സിലായില്ലേ? ഇമാറത്തിൽ ഖ എന്ന് പറഞ്ഞ് തഖ്സീസാക്കിയെങ്കിലും അതായി ആദ്മൻ ആദമായാലോ ഫല യഖബഹു ബിഹ, അതിനെ വില വെക്കൂല. അതിൽ വില വെച്ചാൽ അതിന് വില കൽപ്പിക്കാതെ കണ്ട് അപ്പൊ ആദരിക്കേണ്ട സാധനം ഉണ്ടാവില്ലേ? അത് നാട്ടിയ അതിന്റെ നഫ്അോ സ്വന്തമാക്കൂല എന്ന വില കൽപ്പിക്കൂല. അപ്പൊ സ്വർണമാണെങ്കിൽ മുന്തിയത് തന്നെ, സ്വർണത്തിന് ₹1,00,000 ഉണ്ട് എത്രയും. പക്ഷെ സ്വർണം ആ മിന്നായിട്ടുണ്ടാവും സ്വർണം എന്നുള്ള നിലക്ക് നമുക്ക് എന്താക്കൂല, നഫ്ഉം ചെയ്യൂല, ദററും ചെയ്യൂല, ഇല്ല വീതിനില്ല എന്ന് വെച്ചാൽ പിന്നെ അമിതമായ സ്ഥാനം കൊടുക്കൂലല്ലോ. കല്ലിനും മണ്ണിനാണ് ഈ സ്വർണത്തിന് കൊടുത്ത വില അല്ലാതെ അപ്പുറം കൊടുത്തെങ്കിൽ സ്വർണത്തിന് തുല്യമായി കല്ലും മണ്ണും. ഒരു ഭാഗത്ത് ഒരു 8 ഗ്രാം തൂക്കമുള്ള ഒരു ഇല്ലി എടുത്ത് വെച്ച് ഇപ്പം 8 ഗ്രാം തൂക്കമുള്ള പൊന്നും വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ കാഴ്ചക്ക് എന്തിനാ വില കൊടുക്കും? എന്തിനാ വില കൊടുക്കാം? പൊന്നിന്. എന്നിട്ട് അതിന് മൂല്യം കണക്കാക്കിയിട്ടുണ്ട്. അതിനെ കൊണ്ട് നഫ്ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള നഫ്ഉ ഇവിടെ ഇല്ലാതും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നോക്ക് ഇതല്ലേ, ഈ സാധനത്തിന് അല്ലാഹു തആല നഫ്ഉ ചെയ്യാനുള്ള ഒരു അവസ്ഥ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ മോഡിന് ₹500 പണ്ടൊക്കെ ₹500 ഇല്ല, അതിന് മുമ്പ് ₹500 ആയിട്ടല്ലോ. പിന്നെന്താണ് കള്ളൊക്കെ വാങ്ങാൻ വേണ്ടി പോട്ടല്ലേ? രണ്ടും സെയിമായി. ഇപ്പൊ ശരി, ഞാൻ ഇനി ഈ ഭാഗം അപ്പതാ കൊടുക്കുന്നെങ്കിലോ
സ്വർണത്തിന്റെ മൂല്യം കുറയുകയും കല്ലിന്റെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? മോളെടുത്തിട്ടുണ്ട്. നോട്ടിന്റെ ഒന്നാക്കിയപ്പോൾ മോഡി രാജാവാന്ന് പറഞ്ഞിട്ടുണ്ട്. കളത്തിനെ പിടി നാളെ മുതൽ നോട്ടി എടുക്കില്ലോ. അന്ന് 500 രൂപ കേസയിലുണ്ടെങ്കിൽ നാട്ടിൽ പോകാൻ പൈസ ഇല്ലാണ്ട് വായ്പ വാങ്ങി. അത് അതിലേക്ക് തിരിഞ്ഞു നോട്ടം പോലും ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ ഫായിദ. എന്തുകൊണ്ട്? ഇത് ബുലൂദുഹ ആരിയത്തുൽ, അതിന് കിട്ടിയ ബുലൂദെല്ലാം വായ്പ വാങ്ങിയതാണ്, അതിനുള്ളതെല്ലാം. ഇതിൻ്റെ ഒന്നും ഉടമ ആരല്ല, ഇവനല്ല. മംഗലത്തിന് പോകുമ്പോൾ അപ്പുറത്ത് പെറുക്കുന്ന പെണ്ണുങ്ങളോട് എല്ലാ ആഭരണങ്ങളും വാങ്ങും. കീർത്തിയുടെ ആടെ മംഗലം പെറുക്ക് വെച്ചുകൊണ്ടിങ്ങനെ കാണിക്കുന്നത് മുന്നേ ആരത് കൈവ് വേണ കഴുത്തിൽ മാല. അപ്പുറത്തെ നബീസാരത് അരിയത്താണ്. അത് ഓള് തിരിച്ചു വയ്ക്കുമ്പോൾ കൊടുത്തോളൂ. പിന്നെ വൽ ബുലൂദുൽ ഹഖീഖിയു ലഹു സുബ്ഹാനഹു വ തആല, ഹഖീഖിയായ വജൂദ് ആർക്ക് മാത്രം? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. ഇതാണ് ഇത് അള്ളാഹിൻ്റെ വജൂദിലേക്ക് ചേർത്തിട്ട് നിന്റെ അദമ് പ്ലസ് എല്ലാത്തിൻ്റെയും അദമ്. അതല്ലേ സമറത്തു ദാലിക എന്താണ്? അല്ലാ യബ്ഖാ ഫീ നദരിക മാ തസ്തനിദു ഇലൈഹി, നിനക്ക് ആശയമാക്കി ആദമ് ഇസ്തിനാദ് ചെയ്യാൻ താങ്ങും തണലുമാക്കി വെക്കാൻ പറ്റുന്ന സാധനം ഇവിടെ ഇല്ല. അങ്ങനെ മനസ്സിലാകുന്നുണ്ടാ? വലാമാ തസ്തഇനിസു ബിഹി, അതുകൊണ്ട് ഈനാസാക്കാൻ പറ്റിയ, എനിക്ക് നേരം പോക്കാക്കാൻ പറ്റിയ, മനസ്സിന് സമാധാനം കൊടുക്കുന്ന സാധനം ഇല്ല എന്ന സന്ദർഭത്തിലേക്ക് എത്തി. അപ്പോൾ ഫയത്തിമൂലക്ക തവക്കുലു, അപ്പോഴാണ് തവക്കുൽ ഇവിടെ കയറി വരുന്നത്. ആ തവക്കുലാക്കി നന്നായി തവക്കലുന്നുണ്ട്. എന്താക്കുക? പണിയെടുക്കാണ്ടും പറിക്കൊണ്ടും വീടർക്ക് ചിലവ് കൊടുക്കാണ്ടും മക്കാമിൽ വെച്ച് കൂടുക. അവിടെ എന്തല്ലോ ചെല്ലി മറ്റേയും ചെല്ലി അച്ചടിച്ചാൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. എന്താണ് പണിക്കും? ഞാൻ തവക്കലിക്ക്. അപ്പോൾ തവക്കുൽ തന്നെ പണിയില്ലാത്ത ആണെന്നാ. അങ്ങനെ മുത്തവക്കലിങ്ങൾ ധാരാളമുണ്ട്. ഗൾഫിൽ പോയി നോക്കിയട്ടെ, പണി അന്വേഷിച്ചൊക്കെ പറഞ്ഞു ഇതല്ലോ പരതി പിടിക്കുന്ന ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതെല്ലാം മുത്തവക്കലിങ്ങളാണ്. അപ്പോൾ തവക്കുലിൻ്റെ കേന്ദ്രമായി പറഞ്ഞു വന്നത് മുമ്പ് എത്തിക്കലേണ്ട. അതുപോലെ തവക്കുലും തഹ്വീലും ഉണ്ട്. അതിന് തവക്കുലും തഹ്വീലും ഒന്നാണോ രണ്ടാണോ? വഅലല്ലാഹി തവക്കുലി വഅ്തിമാദി വഇലൈഹി തഫ്വീദി വസ്തിനാദി എന്ന് നബി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സകല കിതാബിലും കാണാം. ഇതല്ലേ? അവിടെ 3 മർത്തബുണ്ട്. തവക്കുലുണ്ട്, തഫ്വീലുണ്ട്, തസ്ലീമുണ്ട്. 3 തവക്കുൽ എന്തുണ്ടാകല്? ഇതിൻ്റെ എല്ലാ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലാഹ്ക്കാണ് എന്ന് വെക്കലോടുകൂടി ഇതിന് ഇവനിക്ക് ലക്ഷ്യമുണ്ടാവും. എന്താകണം? ഉദാഹരണത്തിന് ഒരു രോഗിയാണെങ്കിൽ ആ രോഗം മാറിക്കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാവും. പക്ഷെ മാറ്റേണ്ട കാര്യം അല്ലാഹു തആല. അപ്പം അവിടെ തവക്കുലിനോടൊപ്പം വിവരിക്കുന്നുണ്ട്, അവർക്ക് സ്വന്തമായ ലക്ഷ്യമുണ്ട്. അതിനെന്താക്കും? എന്തെങ്കിലും അസ്ബാബ് സ്വീകരിക്കുകയും ചെയ്യും. നമുക്ക് നല്ല പറ്റിയ ഡോക്ടറായാലും അയാൾക്ക് എങ്ങനെയുണ്ട്, ആർക്കെല്ലാം കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടോ, ഇതെല്ലാം ചോദിച്ചിട്ടായിരിക്കും ചികിത്സ ചെയ്യുക. തവക്കുലി അതല്ലേ? പക്ഷെ ആക്കേണ്ടതായാലും ഡോക്ടർ എന്ത് മരുന്ന് തന്നാലും എന്ത് ചെലാക്കിയാലും മാറ്റേണ്ടത് അല്ലാഹുവാണെന്നുള്ള ഏറ്റുമാകം അവിടെ ഉണ്ട്. അതാ തഫ്വീൽ എന്ന് പറഞ്ഞാൽ ഇത് മാറണമെന്നുള്ള ചിന്തയുണ്ട്. പക്ഷെ ഞാൻ എന്ത് അസ്ബാബ സ്വീകരിക്കേണ്ടതെന്ന് എനിക്ക് ഇഷ്ടറിയില്ല. മറ്റേത് ആയുർവേദം കോട്ടൊക്കെ പോവുക, പെരിയാർ മെഡിക്കൽ കോളേജിൽ പോകാമെന്നുണ്ടാവും. അപ്പോൾ ഇവരെന്താക്കണം? ഇംഗ്ലീഷ് ചികിത്സ ചെയ്യണോ, ആയുർവേദം ചെയ്യണോ? ആയുർവേദം ചെയ്യണമെങ്കിൽ കോട്ടക്കിലേക്കാണ് വേണ്ടത്, കോയമ്പത്തൂരിലേക്കാണ് വേണ്ടത്, പെരിയാർ മെഡിക്കൽ കോളേജിലേക്കാണ് വേണ്ടെന്നല്ല. അത് റബ്ബിലേക്ക് വിടും. അപ്പോൾ അസ്ബാബുകളുടെ ഇഷ്ടിയാറുണ്ടാക്കി അള്ളാഹ് വിട്ടു. അപ്പം എന്നാലും എന്തുണ്ട് ചിന്ത? മാറണം എന്നുള്ളൂ. അതിലൊറ്റക്കുന്നു. തസ്ലീമിലാകുന്ന അവസരത്തിൽ അള്ളാഹു എനിക്കെന്താണ് ഹൈറാക്കിയത് എനിക്കറിയില്ല. മാറലോ മാറാതിരിക്കലോ, അവിടെ അള്ളാഹു എന്താണോ ആക്കുന്നത് അതെനിക്ക് പൊരുത്തമാണ്, ഹൃദയാണ്. നീ രോഗിയായി കിടക്കണം, അൽഹംദുലില്ലാഹ് 100% ഞാൻ കൈയും കൂട്ടി സ്വീകരിക്കും. നീക്ക് രോഗം മാറണം, അൽഹംദുലില്ലാഹ് തന്നെ. അപ്പം നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. അപ്പം എന്തായിരുന്നല്ലോ, ഇവൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷയും വിട്ട് അസ്ബാബുകളെയും അസ്ബാബിൻ്റെ സെലക്ഷനും വിട്ട്
എല്ലാം ഓൻ ചെയ്തോട്ടെ. എന്താ തസ്ലീം. അപ്പോൾ ഈ 3 വെച്ച് നോക്കിയാൽ തസ്ലീം മേലെയാണ്. ഇപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ. ആ തസ്ലീമിൻ്റെ ഭാഗമാണിത്. അപ്പുറം പറഞ്ഞത് മൂപ്പർ തന്നെ. അവൻ ആക്കുന്ന എന്താണ് അതെനിക്ക് പൊരുത്തമാണ്. ഇസ്തിസ്ലാം, അതിന് കീഴൊടുങ്ങൽ, ഏത്തറാതൊന്നുമില്ല. എന്തിനാ? പിന്നെ 3-ാമത്തേത് എന്താ പറഞ്ഞത്? അള്ളാഹിൻ്റെ വുജൂദ് തെളിയിക്കും, നിന്റെ വുജൂദോ അതുമോ അവിടെ ചർച്ചയില്ലാന്ന്. നീ എന്തെങ്കിലും ആയിക്കോട്ടെ. അതാ പറയുന്നു വല്ലതി എൻകശിഫ ബി സാലിസി. സാലിസ് എല്ലാവർക്കും ഉണ്ടാകും. ഹക്കുൽ യഖീൻ. അത് മുഖദ്ദസായ ദാത്തിൻ്റെ ശുഹൂദാണ് ഉണ്ടാകുന്നത്. നിന്റെ വുജൂദ് അദമ് എന്നുള്ളത് നിന്റെ ഒരു വസ്ഫല്ലേ, ആ വസ്ഫിലേക്ക് നോക്കൂല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമായ മുഖദ്ദസായ ദാത്തായിരിക്കും മുൻകശിഫാവുക. ശരിയാണ്. സമറത്തു ദാലിക, അതിൻ്റെ സമരത്ത് എന്താ? അൽ ഫനാഉൽ കാമിലുൽ ലദി ഹുവ ദിഹ്ലീസുൽ ബഖാ. ബഖായിലേക്ക് എത്താനുള്ള, ബഖാ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കൽ എന്നല്ല, ഇവൻ്റെ പോരായ്മയെല്ലാം തീർന്ന് പോകിനെന്താക്കും ഫനാ പറയും. അത് ഒരു തനിമ വാക്യവും, മനുഷ്യൻ്റെ ഒരു തനിമ ഉണ്ട്, അതാ ബഖാ. ആ ബഖായിലേക്കുള്ള പടിവാതിലാണ് ആദ്യം ഫനാ ഉണ്ടാകുക. ഒരു തകയ്യുറില്ലാണ്ട് അപ്പത്തെ പോത്ത് പതിവില്ലെന്നാണ്. ഒരു പാത്രത്തിൽ കള്ള് നിറച്ച് വെച്ചാൽ അത് സുർക്കിയാക്കണമെങ്കിൽ ഇടയിൽ വാസിട്ട് വരും. എന്തുണ്ടായാലും ആദ്യം ജ്യൂസായി, പിന്നീട് കള്ളായി, പിന്നീട് സുർക്കിയാവും. ഈ സ്റ്റേജ് വിട്ടിടന്നാലേ ആവുള്ളൂ. അപ്പോൾ തകയ്യൂർ വരും. അപ്പോൾ ജ്യൂസാകുന്ന അവസരത്തിൽ അത് ഹലാലായിരുന്നു എന്ന ഹുക്കുമാണെങ്കിൽ 2-ാം സ്റ്റേജിൽ അതെന്താക്കും? ലഹരിയാണ് എന്ന് വെച്ചിട്ട് ഹറാമാവും. സ്റ്റേജ് മാറുന്നോണ്ട് സുർക്കയാകും. പിന്നെ ഹലാല് തിരിച്ചു വന്നു. ആ സുർക്ക എപ്പോഴും കാലകാലം സുർക്കയാണ്. അതിന് പിന്നെ തകയ്യൂറെത്തില്ല. അപ്പൊ ഇവനിക്ക് സംഭവിച്ച ആ ഫനായിനെ കുറിച്ച് തന്നെ എനിക്ക് ഓർമ്മ. ഞാൻ ഫനാകായിട്ടുണ്ടെന്ന് അറിയില്ല. പിന്നെ ഇസ്തിഹ്ലാക്കൻ, എന്തുകൊണ്ട്? ഇവൻ ആകെ ഹലാക്കായി. കൈ തന്നുമഹില്ല എന്ന് ജലാലി പറഞ്ഞ മതിയാണ്. കൈ തന്നുമഹില്ല, നീ ഇല്ലാണ്ടാകണം, നീ അലിഞ്ഞു തീരണം. കൈ തന്നുമഹില്ല ഇസ്തിഹ്ലാക്കൻ. എന്തിന്? ഫീ വുജൂദി സയ്യിദിഹി, സയ്യിദിൻ്റെ വുജൂദിൽ നീ ഒന്നും അല്ലാണ്ടായി, ഹലാക്കായി. എന്നിട്ട് പറയുന്നു വനാഹീക ബിമാ യഹ്സുലു ലഹു ഹീനഇദിൻ, ആ അവസരത്തിൽ എന്ത് കിട്ടും? മിനൽ മവാഹിബി വൽ അസ്റാറിൽ ഇലാഹിയ്യ, ഇലാഹിയായ അസ്റാറിനാലും അള്ളാഹുവിൻ്റെ ഓശാരങ്ങളാലും നിനക്ക് കിട്ടുന്നത് അത് മതി. അതിനപ്പുറം പറയാൻ കഴിയൂല. എന്തെല്ലാം കിട്ടുക എന്ന് പറയാനാവില്ല. കേട്ടാ? فإذا ترك عن ذلك അത് വിട്ടുകഴിഞ്ഞാൽ ഹല്ല ഫീ മഖാമിൽ ബഖാ, ബഖാഇൻ്റെ പദവിയിലേക്ക് ഞെട്ടിക്കിഴിഞ്ഞിരിക്കുന്നു. അതങ്ങനെ തുടരല. ബഖായിലേക്ക് എത്തിയാൽ പൊതുവെ സ്ഥാനഭ്രഷ്ടനാകലില്ല. അതിന് മുമ്പെല്ലാം എന്താക്കാൻ മടങ്ങി വരാം. തംകീനിൻ്റെ മഖാമിലെത്തിയാൽ അള്ളാഹുവിൻ്റെ ആദത്ത് അങ്ങനെയാണ്. ഇപ്പോൾ അമ്പിയാക്കൾ ഏതാണ്? തംകീനിൻ്റെ മഖാമിലെത്തി, അവിടുന്ന് പുറത്താക്കലില്ല. അവർ സ്ഥാനം പിന്നെ ഏറി എത്തണം, നുക്സാൻ ഉണ്ടാവില്ല. അതുപോലെ തംകീൻ്റെ മഖാമിലെത്തിയ ആരുണ്ടാവും? ഔലിയാക്കളുണ്ടാവും. അലാ വലിയ തംകീനി, ഇവർക്ക് ഇടിച്ചിട്ടില്ല. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താവും? ചിലപ്പോൾ മേപ്പോട്ട് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിൽ ലേശം ഒന്ന് മിസ്സായാൽ എന്താവും? കീഴ്പോട്ടേക്ക് ഇറങ്ങും. മനസ്സിലായ? അത് തന്നെ അന്ന് കുറച്ച് 2-3 കഥകൾ നടന്നു നോക്കണം, എന്നാലേ ഇതെല്ലാം ആസ്വദിച്ച് തിരിയുള്ളൂ. പഴയ കാലത്ത് ഗ്രീൻ ചാനൽ, റെഡ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുമ്പോഴല്ലോ തോന്നും എന്താണെന്ന് തോന്നി എയർപോർട്ടിലുള്ളത്. ഒന്നെന്താക്കാം, ഒരു ടിക്കറ്റ് എടുത്ത് പോയിട്ട് വന്നിട്ട് വരുമ്പോൾ തിരിയോ അതിന്ന് റെഡ് ചാനലാണ്, ഇന്നത് മറ്റേ ഗ്രീൻ ചാനലാണ്, അതാണ് ഇതാണെന്നെല്ലാം വേണ്ട പോലെ തിരിയൂലേ? അതാ قال صاحب العوارف, ആരാ സാഹിബുൽ അവാരിഫ്? സയ്യിദുനാ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞു വൽ ബാഖി ഫീ മഖാമിൻ لا يحجبه الحق عن الخلق ولا الخلق على الحق عن الحق. ഈ ഒരു മഖാമിൽ ബഖായിൻ്റെ മഖാമിൽ എത്തിയാലുണ്ടല്ലോ അയാൾക്ക് ഹക്ക് ഖൽഖിനൊട്ട് ഇജാബിടൂല. അപ്പോൾ ഹക്ക് ആരാണ്? അല്ലാഹു തആല.
അപ്പം അല്ലാഹു തആലാക്ക് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തും. ഖൽഖിന് കൊടുക്കാനുള്ളത് ഖൽഖിന് കൊടുക്കും. അപ്പം രണ്ടിനും ഹിജാബില്ല. അപ്പോൾ ആര് വന്ന് പരക്കെ വിരുന്നുകാരൻ വന്ന് സലാം ചൊല്ലി, അപ്പോൾ അയാൾക്ക് എന്താ കടമ? സലാം മടക്കണം. സലാം മടക്കും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്താ മാമി മുസ്ലിമി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹിസ്സലാം. ഏതൊരു ആളാവട്ടെ സലാം പറയുമ്പോൾ സലാം മടക്കാൻ വേണ്ടി എനിക്കെന്തുണ്ടാകും? ഒരു തിരിഞ്ഞു നോട്ടുണ്ടാകുന്നതിലേക്ക്. എന്താണ്? ഹക്കിൻ്റെ മഖാമാത്തിൽ ആ പൂർണ്ണമായ ജമ്മിൽ തങ്ങൾ കഴിയുമ്പോൾ അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് സലാം വന്നാൽ വഅലൈക്കും അസ്സലാം. ഇവിടെ എന്താ? ഈ ഹക്ക് ഖൽഖിനെ തൊട്ട് ഹിജാബ് വിട്ടില്ല. ഓർക്കൊടുത്തിട്ട് കൊടുത്ത് ഇതെന്താക്കണം? ഇരിക്കാൻ പറ്റണം, ഇരുന്നോ വളർന്ന് തക്കിരിക്കണം, അതെല്ലാം നടത്തും. ആയിരിക്കൊണ്ടേയില്ലാതെ. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെന്നല്ല ഹക്കിനെ തൊട്ട് ഇയാളെ വഴി തിരിച്ചു വിട്ടിട്ടില്ല എന്നായി. അത് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വലൽ ഖൽഖു അലൽ ഹഖി, ഖൽഖിനെ തൊട്ട് ഹക്കും അവർ ഹിജാബ് വിട്ടിട്ടില്ല, ഹക്കിനെ തൊട്ട് ഖൽഖും ഹിജാബ് വിട്ടില്ല. അപ്പോൾ ഖൽഖ് വന്നിങ്ങനെ സുഖലാകുമ്പോൾ ഇതാ ഹയ്യ അലസ്സലാ മേൽപോണ് മറ്റും വിളിച്ചിട്ടുണ്ട്. അവിടെ ആരെ ഹക്ക കൊടുക്കണ്ടി? വൽ ഫാനി, ഈ ഫനായ ആളുണ്ടല്ലോ, അയാൾ മഹജൂൻ ബിൽ ഹഖി അനിൽ ഖൽഖി, പടപ്പുകളുടെ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത വിധത്തിൽ ഹക്ക് കൊണ്ട് മഹജൂബായി പോയിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് സംസാരിച്ചിട്ട് ഉണ്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അയാൾക്ക് ചോറും കഞ്ഞി കിട്ടിക്കൊള്ളുന്നില്ല, തക്കാരം കിട്ടൂല, ചിലപ്പോൾ ഉണ്ടൂല. പക്ഷെ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് കാര്യമില്ല. അതല്ലേ കാക്കടിപ്പുറത്ത് ഒരു ആരെയാണെപ്പം പരിശോധിക്കണം. ഖൽഖിൻ്റെ എന്താ അവകാശം വന്നത്? എല്ലാം കൊടുക്കും. ഭാഗം കേട്ടാൽ അതിന് മുമ്പ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉടനെ ഇജാബത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നേരം പിന്നെ ഒന്നിലേക്ക് തിരിഞ്ഞോട്ടില്ല. ഖാലിഖിൻ്റെ അവകാശം കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കൊടുക്കും. ഇപ്പം തിരിഞ്ഞാണ്. അതിന് മൂപ്പർ ഒരു ഹദീസാണ് കൊണ്ടുവരുന്നത്. അതിന് ഇദ്ദേഹത്തിൻ്റെ ഹാലിലേക്ക് വ്യാഖ്യാനിക്കാൻ കാനല്ലാഹു വലാ ശൈഅ മഅഹു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല. കാനല്ലാഹു വലാ ശൈഅ മഅഹു എന്ന് പറഞ്ഞാലോ, ഈ ഫനാഇൻ്റെ മഖാമിലേക്ക് എത്തുന്ന ആൾക്ക് അള്ളാഹു ഇല്ലാത്ത വേറെ ഒരു ബോധ്യമില്ലല്ല. അതിലുള്ളൂ. എന്നിട്ടോ വഹുവൽ ആന അലാമ അലഹിക്കാൻ, ഈ വഹുവാനെ നമീരടുത്തേക്ക് കൊടുക്കുക. അവിടെയാണ് എല്ലാവർക്കും ഉൽമാനാകില്ലേ. വഹുവ ഈ വ്യക്തി എന്നാണോ അല്ല അല്ലാന്നാണോ? അൽ ആന ഇപ്പോൾ അലാമ അലഹിക്കാൻ, അവിടെയാണ് മുസ്തഖലാവുന്ന നമീർ. അത് മൂപ്പർ പറയുന്ന ഐ ഇന്നൽ അംറല്ലദീ ഹസന ലിജാലിക്കൽ മുഷാഹിദി. ഞാൻ ഒന്ന് ശരഹുണ്ട്. ഇത് യാനി അന്ന ഹാദാ ഹാലു മൻ ഹുവ മുതഹഖിഖു ബിമഖാമിൽ ഫനാ, ഫനാഇന്റെ മഖാമ് കൊണ്ട് മുതഹഖിഖായ ഒരു മനുഷ്യന്റെ ഹാലാണ് ഈ ഹദീസിൽ കൂടി മൂപ്പർ പറഞ്ഞത്. എന്താ? വഹുവ അദമു റുഹിയതിഹി ഗൈറ മൗലാഹു, മൗലയല്ലാത്ത ആരിലേക്കും ഒരു നോട്ടം പതിയില്ല. അപ്പം കാനല്ലാഹു വലാ ശൈഅ മഅഹു, വലാ ശൈഅ മഹവൈ വഹുവ അൽ ആന. അൽ ആന എന്ന് പറഞ്ഞാൽ ഫനാഇന്റെ മഖാമിൽ എത്തിയ അവസ്ഥയിൽ അലാമ അലൈഹിക്കാൻ എന്ന് പറഞ്ഞാലോ ഇന്നൽ അംറല്ലദീ ഹസന ലിദാലിക്കൽ മുഷാഹിദി, ഈ മുഷാഹദയിൽ എത്തിയ മനുഷ്യന് കിട്ടിയത് വഹുവ അന്നൽ വുജൂദൽ ഹഖീഖിയ ലഹു സുബ്ഹാനഹു വ തആല വഗൈറുഹു ലാ വുജൂദ ലഹു. ഇതാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയ അവസ്ഥ. എൻ്റെ ഹഖീഖിയായ വുജൂദ് അല്ലാഹു തആലാക്ക് മാത്രമാണെന്നും മറ്റുള്ളതിന് അങ്ങനത്തെ ഒരു വുജൂദ് ഇല്ല എന്നല്ല ഇപ്പം കിട്ടിയത്. അത് ഹുവൽ വസ്ഫുൽ മുതഹഖിഖ് സുബ്ഹാനഹു വ തആല, അള്ളാഹ്ക്ക് നേരത്തെ വസ്ഫാണല്ലോ. അപ്പം ഇവിടെ എന്താക്കിയെന്നറിയോ, അള്ളാഹു തആല മറ്റു വസ്തുക്കളെ പഠിച്ച് പിന്നെ നോട്ടം പതിഞ്ഞപ്പോൾ മറ്റു വസ്തുക്കളൊക്കെ ഇവിടെ മൗജൂദായിട്ടുണ്ട് എന്നുള്ള അവസ്ഥയിലാണ് കാണുന്നത്. ഇതെല്ലാം ഫലായാൽ അള്ളാഹു തആല ആദ്യമേയുള്ള വസ്ഫ് എന്താണോ അതുപോലെയാണ് ടൈം മുതഹഖിഖ്. അതാ ഹുവൽ വസ്ഫുൽ മുതഹഖിഖ് ലഹു സുബ്ഹാനഹു ഫിൽ വാഖിഇ. എന്നാൽ പിന്നെ നമ്മൾക്ക് കിട്ടാത്ത എന്താ?
അതാ ഇവിടെ മൗജൂദാണെന്ന് തോന്നിക്കുന്ന കുറേ വസ്തുക്കളെ തെങ്ങിക്കൂടിയപ്പോൾ മറ്റേനെ നമ്മളിവിടെ ഹിജാബ് വിട്ടു. എന്തോ ഓടുന്നില്ലെന്ന്. അപ്പൊ വാദമ ഇതിറാക്കിതാലിക്ക ലഹു കപിലതാലിക്ക, ഈ ഫനായിന്റെ മക്കാമിൽ എത്തുന്നതിന് മുമ്പ് എന്നിട്ട് നമ്മിപ്പോ ഫനായിന്റെ മക്കാമിൽ എത്തിയിട്ടില്ല. അപ്പൊ ഈ സാധനം വന്നപ്പോഴൊക്കെ മൗലൂദാകുമ്പോൾ തടഞ്ഞിട്ടപ്പോ മറ്റേ ശ്രദ്ധ പോയില്ലേ? ശ്രദ്ധ ഒന്നിലേക്ക് വെച്ചാൽ മറ്റേലേക്ക് പോകില്ലല്ലോ. അതുകൊണ്ട് ഇന്ന മാഹുലി വജൂദിൽ ഹിജാബ്, ഹിജാബുള്ളത് കൊണ്ടാണ്. അപ്പൊ ഫഖൗലുഹു വഹുവൽ ആന എന്ന് പറഞ്ഞാൽ ആര്? വഹുവ ഇൻദ മുശാഹദതി ദാലിക മുശാഹദി ഹാദാ സാലിക് ലഹു, ഈ പറയപ്പെട്ട സാലിക്കിന്റെ മുശാഹദ. അപ്പൊ ബഹുവ എന്ന് പറഞ്ഞാൽ ആയിരിക്കുന്നു അള്ളയിലേക്കെല്ലാം അടക്കി. അൽ ആന എന്ന് പറഞ്ഞാൽ അലാ ഹാദൽ വസ്ഫി അലാമ അലൈഹിക്കാൻ, അതിന്റെ ഖബർ. ഐ ഹുവ മുത്തസിഫും ബിഹി ഫിൽ വാഖി, യഥാർത്ഥത്തിൽ എന്താണോ അള്ളാഹുവിന്റെ വജൂദല്ലാത്ത മറ്റെല്ലാ വജൂദും ഇല്ലാത്ത ഒരവസ്ഥയാണ് ആദ്യം. അവസ്ഥയിലേക്ക് എത്തിവിടുന്നുണ്ട്. അതിനെ ബഹത്തുദാത്തെന്ന് പറയും. ഐ ഹുവ മുത്തസിഫും ബിഹി ഫിൽ വാഖി വഖബല ഇദ്റാകി ഹാദൽ മുശാഹിദി ലഹു, അതാ ഈ മുശാഹിദ് അതിന് ഇദ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ്. ലാകിൻ അദമു ഇദ്റാകിഹി ദാലിക ഇന്നമാ ഹുവ ലിൽ ഹിജാബിൽ ഖായിമ ബിഹി. നേരത്തെ എങ്ങനെയാണുള്ളത്? പക്ഷെ ഇയാൾ സുലൂക്ക് ചെയ്ത് ഫനാഹിന്റെ മക്കാമിൽ എത്തുന്നതിന് മുമ്പ് കുറേ ഹിജാബുകൾ ഉണ്ടായിരുന്നു. ആ ഹിജാബ് കാരണത്താലാണ് ഹഖീഖത്ത് കണ്ടെത്താൻ കഴിയാതിരുന്നത്. ഏതാണ്ട് മനസ്സിലാവുന്ന വെക്കാം. ഇനി ഉള്ളിലെ ഷർഹക്ക് എന്നാൽ കുറച്ചും കൂടി 33-ാം പേജ്. ശുആഉൽ ബസീറത്തി യുഷ്ഹിദുക ഖുർബഹു മിൻക, അത് പറഞ്ഞു തീർന്നു. വഅൈനുൽ ബസീറത്തി യുഷ്ഹിദുക അദമക ലിവുജൂദിഹി. 2 വഹഖുൽ ബസീറത്തി യുഷ്ഹിദുക വുജൂദഹു ലാ അദമക വലാ വുജൂദക എന്ന് പറഞ്ഞില്ലേ? ഇതാ ശുആഉൽ ബസീറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നൂറുൽ അഖലി. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഐനുൽ ബസീറത്ത് എന്ന് പറഞ്ഞാൽ നൂറുൽ. അപ്പം 32 പേര് ഒന്നിച്ച് പറഞ്ഞിരുന്നു മറ്റേക്ക്. ഇവിടെ എന്താക്കി മതനിൽ തന്നെ ഓരോ പേര് വന്നതുകൊണ്ട് അതിന് മറ്റേ പേരല്ലേ പറയേണ്ടുള്ളൂ. ഹക്കുൽ ബസീറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നൂറുൽ ഹഖ്. കേട്ടാ? ഇനി ഫൽ ഉഖലാഉ ബിനൂരി ഉഖൂലിഹിം ശഹിദു അൻഫുസഹും വശാഹദു റബ്ബഹും ഖരീബൻ മിൻഹും. അത് നൂറുൽ അഖലിനാണ്. ഒന്നാമത്തെ അത് ശുആഉൽ ബസീറത്തിന്റെ ആണ്. അവർ അഖലിന്റെ നൂറ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ശുആഉൽ ബസീറത്ത് കൊണ്ട്. ശുആഉൽ ബസീറത്തിന്റെ മറുപേരല്ലേ നൂറുൽ അഖലി. അപ്പൊ ബിനൂരി അഖലി എന്ന് പറഞ്ഞാൽ ശുആഉൽ ബസീറത്ത് കൊണ്ട് അവർ ഇദ്റാക്ക് ചെയ്തത് ശഹീദു അൻഫുസഹും, എന്റെ തടിയുടെ കേട്ടോ. വശാഹദു റബ്ബഹും, റബ്ബിനെ മുശാഹദ ചെയ്തത് ഖരീബൻ മിൻഹും, ഖരീബാണ്. അപ്പൊ ഞാനും ഉണ്ട്, എൻ്റെ റബ്ബും ഉണ്ട്. ആ റബ്ബും ഞാനും തമ്മിൽ ഖരീബാണ്. ഇവിടെ ആരുണ്ട്? ഞാനും ഉണ്ട്, റബ്ബും ഉണ്ട്. ഇനി എൻ്റെ ഡെയിലി കുറുബ് എന്നുള്ള വസ്തുണ്ട്. എങ്ങനത്തെ കുറുബ്? ശാരീരികമായ സ്ഥാനികമായ കുറുബല്ല. ഐ ബിൽ ഇൽമി വൽ ഇഹാതത്തി ഇതെല്ലാം പറയുന്നത്. ഈ കുറുബ് എന്നുള്ളത് സ്ഥാനികമാണ് എന്ന് തോന്നുന്നതിന് തഹ്വീൽ കൊടുത്തു. നമ്മളങ്ങനെയല്ലേ നിയമം? വകുല്ലു നഫ്സിൻ ഔഹമത് തശ്ബീഹ അവ്വിൽഹു ഔ ഫവ്വിൽ വറും തൻസീഹ എന്നല്ലേ നോക്കിയത്. അപ്പൊ ഈ ഖുർബ് എന്ന് പറയുമ്പോൾ തഹ്വീലാക്കി. ഇൽമ കൊണ്ടും ഇഹാത്ത കൊണ്ടും. ഇഹാത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യം രഹസ്യമോ പരസ്യമോ സഗീറോ കബീറോ ജലിയോ ഹബിയോ ഇരുട്ടത്തോ വെളിച്ചത്തോ ഒന്നും അല്ലാഹു തആലാക്ക് മറയില്ലാതെ കണ്ട് മുഴുവനും ഓപ്പണാക്കി കഴിഞ്ഞാൽ ഇഹാത്ത എന്ന് പറയും. എന്നുവെച്ചാൽ എല്ലാ ഭാഗത്തിൽ കൂടിയും അള്ളാഹു നമ്മളെ വലയം ചെയ്തു എന്ന് പറയാം. അല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മുണ്ടിയോ? ആ മുണ്ടലെങ്ങനെ ഉച്ചത്തില? സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി. ഉച്ചത്തിൽ പറഞ്ഞാലും പരക്കെ പറഞ്ഞാലും അല്ലാഹു കണക്കാണ്. വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബൻ ബിന്നഹാർ. രാത്രി എന്താക്കി ഇരുട്ടിന്റെ മറയിൽ കൂടെ ഏതോ കാട്ടിപ്പോയിട്ട് ഒളിച്ചിരുന്നാലും അള്ളാഹ് കണക്കാന്ന്. നട്ടുച്ച വെയിലത്ത് എങ്ങാണ്ടിട്ട് ഓടിക്കഴിഞ്ഞാലും അള്ളാഹ് കണക്കാന്ന്. അപ്പം അള്ളാഹ് നിഹാത്ത കണ്ട എനിക്ക് എവിടെ പോയിട്ട് രക്ഷയില്ല. പതുക്കെ പറഞ്ഞാലും ഉച്ചത്തിൽ പറഞ്ഞാലും ഇവിടെ തന്നെ.
മനസ്സിലോ എന്തൊക്കെ തോന്നി? അലീമും ബിദാത്തി സുദൂർ, കൽബിലുള്ളെല്ലാം അറിഞ്ഞുപോയി. അതാണ് ഇഹാത്ത. അപ്പം ഇൽമിൻ്റെ ആ എല്ലാ നിലക്കുമുള്ള വലയം കീഴിലാണ് ഇഹാത്ത എന്ന് തോന്നുന്നത്. ഇൽമിൻ്റെ പൂർണ്ണമായ ഇൽമിൻ്റെ ഒരു ഭാവിയനാണ് ഇത് ഇഹാത്ത. ഇനിയോ അതേതാ കൊണ്ട് രണ്ടാമത്തത് എന്തുകൊണ്ടാണത്? അവർക്ക് ഐനുൽ ബസീറത്ത് എന്നാ പറഞ്ഞത്. ഐനുൽ ബസീറത്താണ് ബിനൂറുൽ ഇൽമ് എന്ന് പറഞ്ഞില്ലേ. വബിനൂരി ഇൽമിഹിം ഷഹിദു അൻഫുസഹും അദ്മൻ. കണ്ടോ, നേരത്തതിൽ നഫ്സുണ്ട്, ഈ മർക്കാമിലോ അദ്മൻ. അതുമാണ് ഇതിൽ ഫീ വുജൂദി റബ്ബി, റബ്ബിൻ്റെ വജൂദിലേക്ക് ചേർത്തിട്ട് പറ്റ അതുമ ഒന്നുമില്ല. കണ്ണിൻ്റെ ഉസ്താദിൻ്റെ എൽമിലേക്ക് ചേർത്തിട്ട് നമ്മൾ പൊട്ടം മറന്നു പറയാം. ഷാഫി ഹമീമിലേക്ക് പോയാലും പിന്നെ പറയാനുണ്ടാകും നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അതൊരു താരതമ്യം അല്ലേ. ഇനി മൂന്നാമത്തത് ഇതെന്തിൻ്റെ വഴി? അതുമക്കലെ വജൂദിൻ്റെ. ഇനി മുതഹഖിഖൂന ബിനൂരിൽ ഹഖ്, അതേതാണ്? ഹഖുൽ ബസീറത്തിൻ്റെ. ഷാഹദുൽ ഹഖ, ഹക്കിൻ്റെ മുഷാഹദുണ്ട്. വലം യശ്ഹദു മഅഹു സിവാ, അതിൻ്റെ കൂടെ മറ്റൊന്നിൻ്റെ ശുഹൂദില്ല. ഇല്ലയെന്ന് പറഞ്ഞാൽ ഇവനുമില്ല, ഇവൻ്റെ വുജൂദിലേക്കും നോക്കുന്നില്ല. അവന് വുജൂദ് അതുമ്പോൾ രണ്ട് സിഫത്തല്ലേ. അപ്പം ഇവൻ്റെ മൗസൂഫൻ്റെ ഇല്ലെങ്കിൽ ഇവൻ്റെ സിഫത്തില്ലല്ലോ. ഇനി കാന അല്ലാഹു വലാ ശൈഅ മഅഹു വഹുവൽ ആന അലാ മാ അലൈഹി കാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാന്ന് സമാൻ വിചാരിക്കണ്ട. മാലിയാ ഫീൽ എന്തുണ്ടാകും? ഫീലിന് സമാനുണ്ടാകും. ഫീലിന് സമാനില്ലേ? ഏത് ഫീലിന്? നറബ അല്ലെങ്കിൽ പറഞ്ഞ മാലിയാ ഫീലാകുമ്പം ഭൂതകാലത്തേക്ക് ദലാലത്തുണ്ടായ ആ ക്രിയ ഉണ്ടാവും. നറബ എന്ന് ഇതല്ലേ എൻ്റെ ആ ക്രിയ അടി. അതെപ്പോഴാണ്? കഴിഞ്ഞ സമാനിലായിരുന്നോ സമാൻ, ക്രിയ പ്ലസ് സമാന, അത് മാലിയാ ഫീൽ. ഹാലിലുണ്ടാവും, മുസ്തഖ്ബിലുണ്ടാവും. വർത്തമാനം, ഭൂതം, ഭാവി സമാ മധ്യശം. അപ്പോൾ ഫെയിലിന് രണ്ട് മദലൂലുണ്ടെന്ന് അർത്ഥം. ഏതാണ് മദലൂല്? ഒന്ന് ആ ക്രിയയും മറ്റൊന്ന് അതിൻ്റെ സമാനും. മസ്തറാകുന്ന അവസരത്തിൽ എന്തില്ല? സമാൻ കാണില്ല. അൽ മസ്തർ ഇസ്മു മാസിബ സമാനി മിൻ മദ്ലൂലിൽ ഫിഇലി. ഫിഇലിൻ്റെ രണ്ട് മദലൂലുണ്ട്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാൻ? സമാൻ മൈനസ് ചെയ്താൽ മസ്തർ കിട്ടും. ഞാൻ നേവലി ഒന്നുമല്ല, നേവൊന്ന് ഓതണമായിരുന്നു. എന്നാൽ ഇതെല്ലാം നേവതി മേശക്ക് മസാലക്ക് നേവ കിട്ടും. അമിന എന്ന പേരിലെത്തുണ്ട്, മാലിയുണ്ട്, ഒരു അമ്നുണ്ട്. അതിൽ മൈനസ് ചെയ്യാം. എന്നാലോ അമ്ന് എന്നുള്ള അവസരം കിട്ടും. അപ്പൊ അൽ അസ്മിനതു ഹാഹുനാ ഉമൂറുൻ വഹ്മിയത്തുൻ. ഈ ഹദീസിൽ പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ സമാൻ പറഞ്ഞത് എന്തായി? എവിടെ സമാനി? കാനയിലും ആനയിലും ഖാനയിലും. അത് വഹ്മിയായ ഉമൂറുകളാണ്. ലാ വുജൂദ ലഹാ, തഹഖീഖ് പ്രകാരം അതിന് വുജൂദില്ല. വൽ മഖ്സൂദു അന്നല്ലാഹു തആല ലാ ശൈഅ മഅഹു ലിസുബൂതി അദിയതിഹി നക്ക. അല്ലാഹു തആലയോടൊപ്പം ഇല്ല മറ്റൊരു സാധനത്തിന് സുബൂത്തില്ല. കാരണം അല്ലാഹു തആലയുടെ ഹദീത്താണ് സുബൂത്തായതെന്ന് അർത്ഥം വെച്ചാൽ മതി. വലം യബ്ക ഇല്ലൽ ഹഖ് ലം യബ്ക ഖായിനുൻ. പിന്നെ വമാ സമ്മ മൗസൂലുൻ വമാ സമ്മ ബായിനു ബിദാ ജാഅ ബുർഹാനുൽ ഇജാലി ഫമാ അറാ بعيني إلا عينه إذا المعاينون العارف فتوكل. ഇത് ഫലം യബ്ക ഇല്ലൽ ഹഖ്, ഹക്കല്ലാത്ത മറ്റൊന്നുകൂടെ ബാക്കിയില്ല. ലം യബ്ക ഖായിൻ, ഒരു കാര്യം ബാക്കിയില്ല. അപ്പോൾ ഫമാ സമ്മ മൗസൂലുൻ വമാ സമ്മ ബായിനു. മൗസൂൽ ചേർന്നതാണെന്ന് പറയാനോ അകന്നതാണെന്ന് പറയാനോ ഒന്നുമില്ല. അപ്പോൾ ഷുഹൂദിൽ ഇയാനാകുന്ന തെളിവ് അപ്രകാരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കണ്ണുകൊണ്ട്
അവൻ്റെ നാത്തല്ലാത്ത മറ്റൊന്നും ഞാനിവിടെ കാണുന്നില്ല. അത് ദർശിക്കുന്ന അവസരത്തിൽ ഇനി മിൻ കലാമിൽ മുഅല്ലിഫ് റളിയല്ലാഹു അൻഹു വരും അൽ അക്വാനു സാബിതത്തുൻ ബിഇസ്ബാതിഹി മംഹൂവത്തുൻ ബിഹദിയത്തി ദാതിഹി എന്ന ഒരു ഹിക്മത്ത് ശേഷം വരാനുണ്ട്. എന്താ ഈ അക്വാനിൻ്റെ ഹാലെന്താന്ന്? സാബിത്താണ്. സാബിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വജൂദിൻ്റെ അതിമിൻ്റെ ഇടയിലുള്ള ഹാലിനാ പറയുന്നത്. അപ്പോൾ സൂഫിയാക്കളുടെ ഭാഷയിൽ ഈ സാബിത്ത് വജൂദ് എന്നല്ല പറയുക, സുബൂത്ത് എന്നാ പറയുക. തനിച്ച് എപ്പോഴും നിലനിൽക്കുന്ന ഒരു ഉണ്ടായ്മയാണെങ്കിലേ വജൂദ് എന്ന് പറയുള്ളൂ. അപ്പം വജൂദിൻ്റെയും അതിമിൻ്റെ ഇടയിൽ ഒരു നിലക്ക് പറഞ്ഞാൽ വജൂദ എന്ന് പറയുമ്പോൾ തന്നെ എന്താ? അപ്പം തന്നെ അതുമാകുമ്പോൾ സുബൂത്ത് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം പഴയകാലത്ത് പവർ കട്ട് വന്ന സമയത്ത് കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയലേ? ഉണ്ട്. അപ്പം തന്നെ പവർ കട്ട് വന്ന് ലൈറ്റ് കെട്ട് എന്നെന്താ പറയലേ? ഇല്ല. അപ്പം ഉണ്ടിൻ്റെയും ഇല്ലൻ്റെ ഇടയിലല്ലേ കറണ്ട് ഉണ്ടെങ്കിൽ? അപ്പം കറണ്ടിന് സുബൂത്തുണ്ട് വജൂദ് ഉണ്ടായിട്ടില്ല എന്ന് പറയും. ആ സിഫാത്തിനും പറയുന്നില്ലേ? വജൂദിയാ സിഫാത്ത്, സൽബിയാ സിഫാത്ത്, സുബൂത്തിയാ സിഫാത്ത്. കുദ്റത്ത്, ഇറാദത്ത്, ഇൽമ്, ഹയാത്ത് പോലത്ത് വജൂദിയാ സിഫാത്ത്. ദാത്തിനോടൊപ്പം അതിനൊന്നുണ്ട്, വജൂദുണ്ട്. അദമിയ സിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തീരെ ഇല്ലായ്മ, അതുണ്ടായിക്കൂടാ. സുബൂത്ത് എന്ന് പറഞ്ഞാലോ തനിച്ച് വജൂദാണെന്നും പറഞ്ഞുകൂടാ, തനിച്ച് അതുമാണെന്നും പറഞ്ഞുകൂടാ. അതാണ് കോലഹു കാതിലും കോലഹു വലീദിനുണ്ടില്ലേ. അഖീദൻ്റെ ഉസൂലുമെല്ലാം പഠിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ ഇൽമുൽ കലാമെല്ലാം കാണാൻ പാടാക്കിയ ഭാഗങ്ങളാണ് ഇരിക്കുന്നത്. അപ്പം അൽ അഖ്വാലു മൗജൂദത്തും എന്നല്ല മൂപ്പർ പറഞ്ഞത്. അൽ അഖ്വാലു സാബിതത്തും. അതിൻ്റെ സുബൂത്ത് കൊണ്ട് ഉസ് പറഞ്ഞു. എപ്പോഴും ബി ഇസ്മാറ്റി ഓനുണ്ടാക്കിയോണ്ട് ഉണ്ടാക്കിയിട്ടാണ് വെച്ചിട്ടാ പറയുന്നത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത്. എല്ലാം നോക്കിക്കോ. പക്ഷേ ആ ഒട്ടകത്തിന്, പർവ്വതത്തിന്, ഭൂമിക്ക്, ആകാശത്തിന് എന്താണുള്ളത്? സുബൂത്തുണ്ട്. എന്തുകൊണ്ട്? ഓനുണ്ടാക്കി വെച്ചോണ്ട്. അതിപ്പോൾ എന്താക്കുന്നത്? അതിൻ്റെ പീസിങ് ഊരി കഴിഞ്ഞാൽ അത് പോയി. അന്നേരം എനിക്ക് നോക്കാൻ പറഞ്ഞാൽ കാണുന്നില്ലല്ലോ എന്ന് പറയും. എന്നൂറിനെ കൊണ്ടാണ് നിർത്തി. എന്നിട്ടോ മംഹൂവത്തുൻ, അതില്ലാതെ തേഞ്ഞു മാഞ്ഞ് പോയതാണ് ബിഹദിയത്തി ദാത്തിഹി, അവൻ്റെ നാത്തിൻ്റെ ഹദീത്തിലേക്ക് ചേർക്കാൻ ഒന്നുമില്ല എന്നുള്ള ഇത് പൂർണ്ണമായി എന്തുണ്ട്? വിശദീകരിച്ച് വരും എന്ന് പറയും. അപ്പോൾ ഇവിടെ അതാ ചേർത്ത് വായിച്ചാൽ എന്താകും? കുറച്ചും കൂടി കിട്ടും. തിരക്കഥ വാങ്ങ് ഒറ്റുകൊണ്ടുണ്ടല്ല. പിന്നീട് അടുത്ത് പറയുന്നത് ലാ തതഅദ്ദ നിയ്യത്തു ഹിമ്മതിക ഇലാ ഗൈരിഹി. മൂപ്പറുടെ ഉപദേശമാണ്. നിന്റെ ഹിമ്മത്ത് അള്ളാഹുവിലേക്കല്ലാതെ മറ്റൊരിലേക്ക് വിട്ടുകിടക്കാൻ പാടില്ല. അവിടത്തേക്ക് എന്നെ ഗണീകരിച്ച് നിർത്തുമെന്നാണ് പറയുന്നത്. നിന്റെ എല്ലാം ആവട്ടെ നുറാവട്ടെ എന്തെല്ലാം പോകണം അത് മറ്റിലേക്ക് വിട്ടുകിടക്കണ്ട. അപ്പോൾ ഇവിടെ എന്താക്കും? സുന്നി മൂത്തിട്ട് സുന്നിയത്തും തിരിയാത്ത ആളുണ്ടാവും. ഓ ഇവർ തവസ്സുലിസ്ലാമൊക്കെ എതിരാന്നിപ്പോൾ. അപ്പോൾ സുന്നിയല്ല, ഹരീബിനേത്താലായുധങ്ങളും സോഫിയാക്കളും സുന്നിയല്ല. തവസ്സുൽ ആരും വിളിക്കേണ്ടതില്ല. അതാണ് കൂടെ ചോദിച്ചാൽ മതി. ഹദീസ് ഞാൻ വ്യാഖ്യാനിച്ചപ്പോൾ ഉടനെ നോട്ടീസ് വന്നില്ലേ? ഇവിടെ തവസ്സുൽ ഇസ്തിഹാസം പൊളിയാൻ പോകുന്നുണ്ട്, നിങ്ങൾ മുന്നോട്ട് പഠില്ല. നമ്മുടെ തവസ്സുൽ എന്താണ്, ഇസ്തിഹാസം അറിയാൻ നീ ആദ്യം പഠിക്ക്. എന്തൊരു തൗഹീദിന് എതിരുണ്ടോ ഇല്ല സുബൂത്താക്ക്. ഉടനെ നോട്ടീസ് വന്നു, ഇത് നിർത്തണം. നമ്മൾ നിർത്തൂല. അപ്പം അറിഞ്ഞ് നടന്നു. ചിലർക്ക് ബായിട്ടാൻ വരും. അതെന്താണെന്നറിയോ? ഈ സുന്നിയത്ത് എന്ന് പറഞ്ഞാൽ വെച്ചാട കുടിക്കുന്ന ആദ്യം അർത്ഥം കൊടുത്തു. ആ കുടത്തിൽ അമല് കൊണ്ടുപോയി മറ്റോട് മനസ്സിലാക്കിയവർ മെച്ചാടെ വിളിക്കുന്ന ആളാണ്. ആ മെച്ചാക്കൊരു കഴിവുമില്ല. ഉറുമ്പ് നന്നായിട്ട് ഡീഡിറ്റി പൊടിയിട്ടിട്ടാണ് മൈതനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഉറുമ്പ് കാരണം തടുക്കാൻ കഴിയുമെങ്കിൽ ഡീഡിറ്റി ഇട്ടാൽ പാത്രത്തിൽ വെള്ളം വെച്ച് വെക്കണം എന്നല്ല ചോദിക്കല്. അപ്പോൾ തോയ്ക്കുന്നാൾക്ക് അറിയില്ല, രണ്ട് പക്ഷത്തിലും കാര്യമൊന്നും മനസ്സിലില്ല. ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഹദീസ് എന്താ? വൈദാ സഅൽത ഫസ്അലില്ല എന്ന് പറഞ്ഞു അല്ലേ?
ചോദിക്കണം, അള്ളാഹോട് ചോദിക്കാൻ പാടുള്ളൂ അല്ലേ? അതേ അന്നേല്ലേ പിന്നെ പ്രസ്താൻ അഹലുദ്ദിക്കിന് അല്ലയാ പഠിച്ച ആളോട് ചോദിക്കുന്നില്ല പറഞ്ഞ്. നിങ്ങൾക്ക് ബിൽഡിംഗ് എടുക്കണ അഹലുദ്ദിക്കറാണ് എഞ്ചിനീയർ, രോഗം ഉണ്ടാ ഡോക്ടർ, കൃഷി ഉണ്ടാ കൃഷിക്കാരൻ, പ്ലംബിംഗ് ഉണ്ടാ റഷീദ്, അല്ല ഈ അഹലുദ്ദിക്കറ. അപ്പം നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, സ്വയം കാത്തിയെടുത്ത് എനിക്കെല്ലാം അറിയാമെന്നിട്ട് കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇഷ്ടമല്ല, പണിയെല്ലാം നഷ്ടം വരും. വിവരമില്ലേ, ഫിഖറിയില്ലേ, ഒരാൾക്കാരോട് ചോദിക്കും. അമ്മ പറഞ്ഞപ്പോൾ അഹലുദ്ദിക്കറിനോട് ചോദിക്കാൻ പറഞ്ഞ അള്ളയാന്ന് മുത്തിലെ പേര് ഫൈദാസെടുത്ത ഫസ്സലില്ല. അപ്പൊ അഹലുദ്ദിക്കർ പോയില്ലേ, അള്ളാഹോട് ചോദിച്ചോ. ഇത് പരസ്പരം വേരുറ്റിയില്ല. വേരൂരി തീർക്കൽ നമ്മൾ കണ്ണൂർ ക്ലാസ് കഴിഞ്ഞ് അതിർക്ക് അക്ഷരത്വം കാവൽ നോക്കിയാൽ മതി. അത് തീരെ തെളിയുന്നില്ല. അപ്പൊ സുഹാല് ഹഖീഖി ഇളാഫി എന്നൊരു 2-3 തരമുണ്ട്. ഇത് പടപ്പുകൾ പരസ്പരം ചെയ്യുന്ന ഒന്നുണ്ട്, പടച്ചോൻ പടപ്പുകൾക്ക് മാത്രമുള്ള ഒന്നുണ്ട്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അവിടെ എത്ര ആളുണ്ട്? കക്ഷി എത്ര ഉണ്ട്? 3. ഒന്ന് അല്ലാഹു, ഔനുൽ അബ്ദ് മറ്റൊരു അബ്ദ്, ഒരു അഖ്. അപ്പൊ ഒരബ്, ഒരബ്ദ്, മറ്റൊരു അഖ്, മറ്റൊരു അല്ലാഹ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അപ്പൊ ഇവിടെ കണ്ട് അള്ളാഹു ഈ അബ്ദിന് ചെയ്തു കൊടുക്കുന്ന ഒരു അവനുണ്ട്, ഈ അബ്ദ് അവന്റെ അഖിന് ചെയ്തു കൊടുക്കുന്ന ഒരു അവനുണ്ട് എന്ന് പറഞ്ഞ് കണ്ടാണ് തിരിഞ്ഞില്ലേ? അപ്പൊ അള്ളാഹു അബ്ദിന് ചെയ്തു കൊടുക്കുന്നതിനാണ് ഹഖീഖി എന്ന് പറയുന്നത്, പരസ്പരം ചെയ്യുന്നതിനാണ് ഇളാഫി എന്ന് പറയുന്നത്. അത് ഇസ്ലാമത്തിലുണ്ട്. എഴുതണ എന്താ വേണ്ടി പണ്ടില്ലേ? അപ്പൊ എന്നെ കൊണ്ട് ഇസ്ലാമത്തിൽ ചെയ്യുന്നില്ല, എല്ലാം എഴുതാൻ കഴിയോ? മുറിക്കാൻ വേണ്ടി കത്തിയെടുക്കുന്നില്ലേ? അതുകൊണ്ട് ഇതെല്ലാം തൗഹീദിനെതിരാ. അപ്പൊ ഈ ആക്കാൻ നഷ്ടമായി കൊണ്ടില്ലേ? ഈ ആക്കാന്ന് പറഞ്ഞിട്ട് ഹസറാക്കിയിട്ട് കുടുക്കുമ്പോൾ എന്താക്കും? അവിടെ നിന്ന് ഹസറില്ല എന്ന് പറഞ്ഞിട്ട് കടുകപ്പോ. ഹസറില്ലെങ്കിൽ പിന്നെ ഈ ആക്കാനെ മുന്തിച്ചിടണം. അവിടെ ആ ചെരുപ്പിൽ ലഭിച്ച് കാലം കുറിക്കല. 2 തെറുപ്പ് പഠിക്കുക, ആടത്തിലിരുന്ന് പഠിക്കുക. അവിടെ എന്താ നടക്കുന്നുണ്ട്? എൻ്റെ തിരിഞ്ഞില്ല, അതിനോട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെല്ലാം ഇഷ്ടം ചെയ്തു. നമ്മൾ മനസ്സിലാക്കിയിട്ടോ പേടിച്ചിട്ടുണ്ട്. എൻ്റെ പണ്ട് റസാക്കാശാരി നമ്മുടെ മോളിൽ പൂട്ട് വെക്കാൻ വന്നു, വിറ്റിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ റൂമിലൊരു മൂലർക്ക് ഉറങ്ങുന്നുണ്ട്. പൂട്ടെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞമ്മ മോള് പോയി തവസുലാക്കി നിങ്ങളുടെ കൂടെ കടത്തുറങ്ങിയാന്ന് വെച്ചു. അപ്പൊ അയാളെ മനസ്സിലാക്കി തമസ്സുലം എന്ന് പറഞ്ഞാൽ തൽക്കാടിയും കൊണ്ടേക്കുക, ചന്ദ്രത്തിനെയും കൊണ്ടേക്കുക, കുറച്ച് പോഞ്ചേരി ചായയും കട്ടൻ ചായയും കൊണ്ടേച്ചിട്ട് മറ്റേ ഒത്തിരിക്കാൻ വന്നിട്ട് ഫാത്തിഹ ആർക്കാ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. ഇതാ തവസ്സുൽ. അപ്പൊ വിശാലമായ തവസ്സുൽ മാനേതാണ് പുറത്തേ കൂടി കള്ളം കയറാതിരിക്കാൻ വേണ്ടി അവിടെ പൂട്ട് വെക്കണം എന്നുള്ളൊരു തരം തവസ്സുലാണ്. ആ പൂട്ട് വെക്കണമെങ്കിൽ ആര് വേണം? നല്ല പഠിച്ച ആശാരി വേണം. മറ്റൊരു തവസ്സുലാണ്. ഈ ആശാരി വെറുങ്കയോടെ വന്ന് ഒന്നും ആക്കാൻ കഴിയില്ല. അതിനെന്താക്കണം? സ്കൂളെ വെറും മുട്ടി ഉള്ളിലും കൊണ്ടേക്കണം. അത് മറ്റൊരു തവസ്സുലാണ്. അയാൾ മൊത്തം ചെയ്ത തവസ്സുലാണ്. ഈ വിശാലമായ മാന പഠിക്കാതെ കണ്ട് കുതുബിയത്തെല്ലും മങ്കൂസോദലാണ് വെറും തവസ്സുലെന്ന് മനസ്സിലാക്കിയ കഴിവ്. മറ്റോരെ മനസ്സിലാക്കി അള്ളാനെയും വെച്ചാണ് പഠിക്കുന്നത് ഇവരെ പണിയുന്നു. അതും തെറ്റ്. എല്ലാം വേറിരിക്കും. പക്ഷെ കാര്യം മനസ്സിലാക്കി കൂട്ടത്തിൽ കൂടാൻ കഴിയൂലേ? പറ്റൂല. ആടൊരാൾ പോക്കിയാൽ അതുപോലെ പോക്കണം. നമ്മ നമ്മൾ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, നഷ്ടപ്പല ദുർഗം വരൂടോ ഒന്ന് പോക്കൂ. അപ്പൊ കുട്ടിക്കുറുക്കന്മാർ എന്താക്കൂ? എപ്പോ എന്ന് ചോദിച്ചു. അപ്പൊ വേറെ ആളെ പോക്കിയപ്പോ നമുക്ക് പോക്കാൻ പറ്റില്ല. പോട്ടെ, നമ്മൾ വിഷയം മാറിപ്പോകും. അവിടെ എന്തെല്ലാം ഇഷ്ടമല്ല എല്ലാം എന്നോട് ചോദിക്കാൻ പറഞ്ഞുതരാം. നിന്റെ തീരുന്നില്ലെങ്കിൽ വെറുതെ കൊണ്ടുപോകും. ലാ തതഅദ്ദ. എന്താണ് ലാ തതഅദ്ദ എന്ന്? നഹിയാന്ന്. എന്ന് പറയുമ്പോൾ നെഹി വന്നെന്താണ്? ലാ വന്നാല് എന്നെ വിസ്മയുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന അവസരത്തിൽ ലാ നബിന്റെ നെഹിയാണ്, നെഹിയല്ലല്ലോ.
നബീന്റെ ലാമും നഹീന്റെ ലാമും രണ്ടും രണ്ടാണ്. നഹീന്റെ ലാമ് ജാസിമാണ്, ആമിലാണ്. നബീന്റെ ലാമിന് എന്തില്ല, അങ്ങനത്തെ അമലില്ല. അതുകൊണ്ടല്ലേ ലമ്മ ലമ്മ എന്നല്ല ഇടുമ്പോൾ നബീൽ ലാം നഹീന്റെ ലം നഹീന്റെ ലാന്നല്ലേ പറയുന്നത്. ആ കൈതന്തിനാണ് കൊടുക്കുന്നത്. ലാ രണ്ടുണ്ട്, നബീന്റെ ലാ ഉണ്ട്. നബീന്റെ ലാക്ക് എന്തില്ല, പ്രത്യേക അമലില്ല. അത് ആമലികളിൽ പെട്ടിട്ടില്ല. അത് കടന്ന പേരിന് ജസ്മ റഫ ഒന്നും കൊടുക്കാനുള്ള പവർ അതിനില്ല. നഹീക്കുണ്ട്. നഹീക്ക് എന്താക്കും, ജസ്മയിലും അവിടെ യാളും പലാത്ത ില്ല. നീഞ്ഞത്ത് ഹിമ്മത്ത്, നിന്റെ ഹിമ്മത്തിന്റെ നീഞ്ഞത്ത് വിട്ടുകിടക്കാൻ പാടില്ല. അവിടക്കാന്ന് പറഞ്ഞാൽ ആരുടെ കിതാബ്, അമുലിയിലുള്ള അയ്യുബസാലി നേരത്തെ തള്ളുക്കാരുടെ കിതാബ് ആരുടെ നോക്കർ ഉപയോഗിച്ചത്. ആ ഡോറിന്റെ കൂടെ തള്ളുക, നിന്റെ തള്ളു. അപ്പൊ അത് മുത്തലാക്കി കവറാക്കണം. തള്ളുക മൊത്തലോകവും നിന്റെ മുന്തൽ ഇവിടെ അനിവാര്യമാണ്. പല വയോർക്കുലം സ്വർഗുല ഭരിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഭരിക്കുന്ന മൊത്തം തന്നാലേ കാക്കാട കിതാബിന്റെ കാര്യം കൂട്ട്. അപ്പോ നിന്റെ ഹിമ്മത്തിന്റെ നീയത്ത് വിട്ടുകിടക്കാൻ പാടില്ല. ഇല വൈരിലേക്ക് വിട്ടുകിടക്കാൻ പാടില്ല, അന്നേലേക്ക് മാത്രമേ. അപ്പൊ അപ്പൊ മറ്റൊരാട് ചോദിച്ചാൽ തൗഹീദ് പൊളിഞ്ഞ, തൗഹീദ് പൊളിയുന്ന ചോദ്യം വേറുണ്ട്, പൊളിയാത്ത ചോദ്യം വേറുണ്ട്. അത് ആദ്യം പഠിച്ചു നോക്കുക. അത് ആ തഅദ്ദിന്റെ രൂപം അതെന്തിന്റെ ആ ഭാഗം എന്താണ്? ആ തഅദ്ദി എന്ന് പറഞ്ഞ ആ മന്ഹിയായ സാധനം ഉണ്ടല്ലോ, അതിന്റെ സൂറത്താണ്. ലാത്തന്റെ സൂറത്തല്ല. ലാ കൊണ്ട് നെയ്യല്ലേ വന്നേ. ആ നെയ്യായ മന്ഹി ഏതാണ്? തഅദ്ദി. ആ തഅദ്ദിന്റെ സൂറത്താണ് ഗൈറിലേക്ക് നീ തവജ്ജുഹാകലാണ്. അങ്ങനെ നിന്റെ ഹാജത്ത് കരസ്ഥമാക്കാൻ വേണ്ടി. ബൽ പിന്നെന്താക്കണം, നിന്റെ ഹാജത്ത് അവരോട് നിയോഗിച്ചോ. അപ്പം ചുണ്ടിട്ടിട്ട് ഇവർ അവരൊക്കെ അമ്മമാരോട് ചോദിക്കുന്നതിനും മറ്റൊന്നാർക്കും നിങ്ങൾക്ക് എതിരാണ്, ഇവർ റൂപ്യാക്കണം കള്ളന്മാരാണ്, സുന്നി വർത്താണെന്ന് ഇപ്പം ആകെ വിധി എഴുതി. അപ്പം വിധി എതിരെങ്ങനെയാണല്ലോ, സഭയിൽ മൂത്രിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം കഴിഞ്ഞു പോയി. ഇത്ര കാലം ദ്വാരന്നിട്ട് പോകുന്ന ഇപ്പം ദ്വാരൊക്കെ ഉണ്ട് മുഴുവൻ. ചില നന്ന മൂത്രിക്കാൻ വേണ്ടിയിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ഉടനെ വിധിയിരിക്കും. അബുദാബിയിൽ മിമ്പറിലുണ്ടായിരുന്നത് റിയാദുസാലിയായിരുന്നു. അപ്പം അത് തബലീൻ്റെ ആളാരോ നോക്കി വായിക്കലുണ്ട് പോലും. ഞാൻ നോക്കിയാലോ അവന് തബലീൻ്റെ ഇത്താൻ നോക്കുന്ന ആളാന്ന് അയാളെ പറ്റൂല. എന്നാ കൂടുതൽ നോക്കിയാലോ ഇപ്പോഴത്തെ ഇങ്ങനെ കളിയാണ്. എന്തിനാണ് അതിന് കാരണം പറയുന്നതാണ്. ഫൽ കരീമു, കരീമായ അല്ലാഹു അല്ലേ, ആ കരീമാണ്. അവന്റെ അടിമകളുടെ ആഗ്രഹങ്ങൾ അവനെ വിട്ട് പുറത്തു പോകാൻ പാടില്ലല്ലോ. തഹത്തി എന്ന് പറഞ്ഞാൽ മറികടക്കൽ. ആ കരീമന അല്ലാഹു തആല ഓടിനപ്പ. അപ്പൊ ഫൽ ഹിമ്മത്തുൽ അലിയ്യത്തു, ഉന്നതമായ ഹിമ്മത്തുകള് തഅനഹു മിൻ റഫി ഹവായിക ഇലാ ഗൈരി കരീമിൻ. കണ്ടോ, മിൻ റഫി ഹവായി തനിപക്ഷ വെറുക്കുന്നു, വിസമ്മതിക്കുന്നു. ഏതേ എന്തിലേക്ക്? മിൻ റഫി ഹവായിക എന്നാണ് പറയുന്നത്. പക്ഷേ പ്രയോഗം പോയാൽ എന്താണ് ഗായിബായിട്ട് പ്രയോഗം ഉള്ളത്. മുത്ത നോക്കട. വൽ ഹിമ്മത്തുൽ അലിയ്യത്തു എന്ന് പറഞ്ഞ ഉന്നതമായ ഹിമ്മത്ത് തന്നെ വെറുക്കുന്നു. നീ റബ്ബി ഹവായി കാന്ന് പറഞ്ഞാൽ നിന്റെ ഹവായി വരുത്തുന്നില്ലേ. അപ്പൊ കാന്ന് പറയുന്നതിന് തഫ്സീസായിപ്പോയി. അങ്ങനെ തന്നെ അതിലുള്ളത് കാന്നു ഹാന്നല്ലേ. അപ്പൊ ശരി, ആ ഏത് ഉന്നതമായ ഹിമ്മത്താണെങ്കിലും അതിന്റെ ഹാജത്ത് കരീമല്ലാത്ത ഒരാളിലേക്ക് പോയിട്ട് നിരാശപ്പെട്ട് വരാനാക്കൂല എന്നൊരു തിയറിയാണ്. അപ്പൊ ഹവായി നിൽക്കാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ മുസന്നിഫിനോട് എത്ര എന്ന് പറഞ്ഞാൽ അത് അച്ചടിപ്പെടണത്. അത് ആലോചിക്കട്ടെ. അപ്പം ഹായിബായി പറഞ്ഞൊരു സാധനം എന്തായി മുഖാത്തമായി മറഞ്ഞുപോയി. അവിടുന്ന്
സാധിക്കൊന്നില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല. അതുകൊണ്ട് കരീമല്ലാത്തൊരാളിലേക്ക് പോയിട്ട് നിരാശപ്പെട്ട് വെച്ചല്ലുണ്ടായില്ലേ? അങ്ങനെ ഈ ഉന്നതമായ ഹിമ്മത്തുകാർ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞു. ആ ഉന്നതമായ ഹിമ്മത്തിന്റെ ഉടമയായിരിക്കണം നീ. അപ്പൊ ചോദിക്കില്ല ഏതാ കരീമ്? അതാ വലാ കരീമ അലൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. ഹഖീഖത്തിൽ കരീം എന്ന് പറയാവുന്നവൻ അല്ലാഹു അല്ലാത്തതില്ല. കേട്ടാ? ഇനി കരീമിന് അസ്മാഉൽ ഹുസ്നയിൽ കൊടുത്ത കുറേ അർത്ഥങ്ങളാ പറയാൻ പോകുന്നു. നോക്ക്, الكريم هو الذي إذا قدر عفا وإذا وعد وفى وإذا أعطى زاد على منتهى الرجاء ولا يبالي كم أعطى ولا لمن أعطى وإذا جفا عاتب وما استقصى ولا يضيع من نال به والتجا ويغنيه عن الوسائل والشفاعات. ഒരാൾ കരീമാകണമെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടുന്ന ഔസാഫാദി എണ്ണിയത്തു. നമ്മൾ വെറുതെ അള്ളാനെ കരീമെന്ന് വിളിക്കുന്നു. പിന്നിട്ടാ ഒന്ന് അൽ കരീം എന്ന് പറഞ്ഞാൽ അല്ലദീ ഇദാ ഖദറ ശിക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കും. കർമ്മിൻ്റെ ഒരു ഭാഗമാണ്. ശിക്ഷിക്കാനൊക്കെ കഴിവുണ്ട്, പക്ഷെ പോട്ടെ മാപ്പ്. രണ്ട്, പിന്നെ ഇത് വഇദാ വഅദ വഫ, എന്തെങ്കിലും തരാമെന്ന് വാഗ്ദാനം ചെയ്താൽ എന്താക്കും? അത് പൂർത്തിയാക്കും. പിന്നെ വഇദാ അഅത, എന്തെങ്കിലും നൽകുകയാണെങ്കിൽ സാദ അലാ മുൻതഹർ റജ, ഇവൻ ആഗ്രഹിക്കുന്നതിനെയും അപ്പുറം എന്താക്കും? സിയാദത്ത് കൊടുക്കും. വലാ യുബാലി കം അഅത വലാ ലിമൻ അഅത, ആർക്കാണ് കൊടുത്തതെന്നോ എത്ര കൊടുത്തതെന്നോ ഒരു പ്രശ്നമല്ല. ചിലപ്പോൾ എന്താക്കും? പാർട്ടിക്കിലേക്ക് കൊടുത്തിട്ടുണ്ടാവില്ലേ, എത്ര കൊടുക്കാവില്ല. പിന്നെ വൈദ ജഫ, എന്തെങ്കിലും ഒരു അകൽച്ച വന്നു എന്നാലോ ആത്തബ, അതിന് ചെറിയൊരു വിമർശനം മാത്രം അമർത്തക്ക അത് തന്നെ പറഞ്ഞൊന്നും ഇട്ടിട്ട് അതെന്താക്കൂല, ഭയങ്കരമായ വിമർശനത്തിന് വിധേയമാക്കൂല. എന്താ ഇത്ര വൈകിയേ കഴിഞ്ഞു. അതിനെപ്പറ്റി നിപ്പർ വരെ കുറ്റിയും പേരെടുത്തിട്ട് ആകെ ശല്യം ചെയ്യുന്ന പരിപാടിയില്ല, ഒരു ഇതാബ് മാത്രം. പിന്നെതാ വൈദ വലാ യുദിഉ മൻ ലാദ ബിഹി വൽതജ, അവനിലേക്ക് അണഞ്ഞു വരികയോ അഭയം തൊടുകയോ ചെയ്തവരെ നിരാശപ്പെടുത്തിയിട്ട് ഇവിടെ വരണ്ടാന്ന് പറയൂല. വയുഗ്നീഹി അനിൽ വസായിലി വശുഫആ, വസീലകളെ തൊട്ടും ശഫാഅത്ത് ചെയ്യുന്ന ശുഫാഅകളെ തൊട്ടും അവനെ കനിയാക്കുന്ന വേറെയും കൊണ്ട് ഞാൻ എനിക്ക് മതിയെന്നും പറയും. ഇത്രയും ഔസാഫ് കൂടിയ ഒരുത്തനാണ് പറയുന്നത് കരീം എന്ന ഹഖീഖത്ത് പറയുള്ളൂ. പിന്നെ അപ്പൊ വഹാദിഹി സിഫാത്തു ലാ യസ്തഹിഖുഹാ ഹഖീഖതൻ ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ പറഞ്ഞ ഔസാഫുകൾ യഥാർത്ഥത്തിൽ യോജിച്ചു വരുന്നതായിരിക്കും മാത്രമേ ഉള്ളൂ അല്ലാഹു തആല. അതുകൊണ്ട് വയംബഗി അല്ലാ തതഖത്താഹു ആമാലുൽ മുഅമ്മിനീൻ, ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ പുറത്തു പോകാൻ പാടില്ല. ഇലാഹി ആ കരീമിനല്ലാത്ത സംഗതി ഞാൻ. അപ്പൊ ഇവർ ആരോടൊന്നും ചോദിച്ചൂടാ, ഷൂണിങ് എടുക്കുക, ചോറ് വളർത്തിക്കൊന്നും പറഞ്ഞോടണം. അതെല്ലാം നമ്മൾ വരുന്നില്ല ഒന്നേ. അപ്പൊ ഈ പറഞ്ഞത് മഹാബിയല്ലേ, അവർക്ക് തിരിഞ്ഞാൽ എങ്ങനെയാണ്? ഇത് രണ്ടു മൂന്ന് തരക്കാരുണ്ട്. അതിന് അന്നത്തലമ മിനൽ ഹക്കി അല്ല ഖൽഖി, ഖൽഖുകളുടെ വാക്കിൽ നിന്ന് തേടലുണ്ടല്ലോ ഇവിടെ, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ ഹദീസിന്റെ വൈരുദ്ധ്യമല്ല ഇത്. അപ്പൊ ചോദിക്കാൻ പെരുന്നാളുണ്ട്, ആ ചോദിക്കുന്ന ആളോട് എങ്ങനെ വേണം പല തങ്ങൾ ഇത് വിരോധം. അപ്പൊ സായിലുണ്ടായാലും ഉണ്ടല്ലേ പല തങ്ങൾ എന്ന് പറഞ്ഞത്. സാമ്പത്തിക ശേഷിയില്ലാത്ത ആളും വാങ്ങാൻ വരുന്നവർക്കും കൊടുക്കാൻ പൈസ വേണ്ടിയിട്ട് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സാഹിലുണ്ടല്ലോ അവിടെ. അതെന്താണെന്നറിയോ? അള്ളാഹു നമ്മളെ വിട്ടിട്ട് ഇയാളാണ് എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല. അന്ന് നേരിട്ട് വന്ന് തെറ്റല്ല, ഇയാൾ മുതലേ തെറ്റാണ്. തടങ്ങുന്നില്ല. അപ്പൊ എന്തായില്ല, ഹഖീഖിയായ സുഹാലും പൊളിഞ്ഞിട്ടില്ല, മറ്റേ സുഹാലും തൗഹീദിനെ പൊളിച്ചിട്ടില്ല. നോക്ക്, ഉബൂദിയത്തിന് എതിരാകുന്ന
ഇത് ശിർക്ക് വന്നു പോകുന്ന ചോദ്യമല്ലേ? അത് ഹുവത്തലബുമിന്നും അടിമകളോട് ചോദിക്കലാണ്. അല വലിയ ഏറ്റിമാതി അലൈഹിം, അവരെ മേലിൽ ഏറ്റിമാതി ചെയ്തുകൊണ്ട് ഇവരാണ് നമുക്ക് തരാൻ അള്ളാഹ് നമ്മൾ ഒഴിവാക്കി, അതുകൊണ്ട് ഇയാൾ തെറ്റിയെ വെക്കലാണ്. അവിടെ ചോദിച്ചാൽ കിട്ടുക. അതാണെങ്കിൽ ഒരു അടിക്കേട്ട് പോയി എന്താണ് നിൽക്കാന്ന് അന്നാണ് ഞാൻ ഒന്നും തരുന്നില്ല. അപ്പം പോട്ട് ഇങ്ങെന്താ ഇതാണ് ഒറ്റ വലിയ ഏറ്റിമാത്. അവരിലേക്ക് ഇസ്നാദ് ചെയ്യലും ഓനുണ്ടായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഓന് 10 റുപ്യ തന്നുകൊണ്ട് നമുക്ക് നല്ല കഞ്ഞി വെക്കാൻ കഴിയും. അന്നുണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ ഏറ്റിമാതും ഇസ്തിനാദും പറ്റൂല. ആ തന്ന ആളെന്താണ്? അല്ലാഹു തആല മുസഖറാക്കിയിട്ട് അയച്ച് വൈകി കൊടുക്കണമെന്നൊരാഗ്രഹം കൊടുത്തത് കൊണ്ടാണ് കൊണ്ടുവരുന്നത്. 2 കൊല്ലപ്പുറം റമദാനിലുണ്ട്. ഞാൻ ഉച്ചക്ക് വരുമ്പോൾ ഉത്സാഹമുണ്ട്. ഒരാൾ വന്നു, ഇങ്ങാടിയാണ് ഞാൻ പയങ്ങാടിയിലാണ് എന്നിപ്പം വന്നേ. ഞാൻ ഈ പയങ്ങാടിയിൽ മാടായിപ്പള്ളിയിൽ ഇങ്ങനെ ഉറങ്ങിയിരുന്നു. എനിക്കൊരു എല്ലാം വന്നാണ് നീ ഇത്ര റുപ്യ അബ്ദുൽ മറിച്ചാൻ്റെ കൊണ്ടു കൊടുക്കുന്നത് എനിക്കിങ്ങനെ തോന്നി. അതുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ അള്ള തന്ന ഇച്ചങ്കായി തന്നാ ഞാൻ പറയണ്ട്. പോസ്റ്റുമേ പൈസ കൊണ്ടുവന്നാലും ഉമ്മാരെങ്കിലും പറയോ പോസ്റ്റുമേ 1000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ല മോനങ്ങ് അയച്ചെന്താ പറയും? കാതുണ്ടോ പറയുന്നത് അബ്ദുൽ ഖാദർ ഈ ആഴ്ച പൈസ ഒന്നും അയച്ചിട്ടില്ല, ഒരു പോസ്റ്റുമേ 500 രൂപ കൊടുത്തന്നു, അതുകൊണ്ട് ഞാൻ റേഷൻ അരി വന്നു അല്ലേ? അല്ല കാതിറങ്ങുന്ന പൈസ അയച്ചെന്താ പറയാ? പോസ്റ്റുമേലോ ഓൻ വസീല മാത്രം. പക്ഷെ അവനെ മടക്കി വെക്കില്ല. അടിക്കുമ്പോൾ ചവിടിച്ചിട്ട് വന്നിട്ട് കായടലും ചുട്ട് ഒരു കടയിലും കൊടുത്തിട്ട് വിടും, ഒരു സന്തോഷിപ്പിക്കാൻ. ചിലപ്പോൾ ഒരു പോക്കറ്റ് മണിയും കൊടുക്കും. എന്നാലും ഇതില്ല, ആ ഉമ്മാരെ ഇഷ്ടന അത് പോസ്റ്റ്മേൻ്റെ മേലല്ല മാങ്ങ. നിർത്താനാ الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഒന്നാമ വിഷയം لا تتعدى نية همتك إلى غيره. നിങ്ങളുടെ ഹിമ്മത്തിൻ്റെ ആ കരുത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് വിട്ടുകിടക്കാൻ പാടില്ല. എന്ന കാരണം കരീമിനെ കൊള്ളയാണ് ബുദ്ധിജീവികൾ പോകേണ്ടത്. കരീമായിട്ട് ആരെയുള്ളൂ? അള്ളാഹു തആല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തുണ്ട്? സമദ് അള്ളാഹു തആല മാത്രമേ ഉള്ളൂ. അള്ളാഹു സമദ്. സമദ് എന്ന് പറയാവുന്നവൻ അള്ളാഹു മാത്രം. സമദീയത്തിൽ അള്ളാഹുവിനെ ഹസാകില, ബാക്കിയുള്ള ആൾ ആരുമല്ല, സമദല്ല. സമദ് എന്ന് പറഞ്ഞാൽ ഒന്നിലേക്കും ആവശ്യമില്ലാതെ കഴിഞ്ഞുകൊടുന്ന അവസ്ഥനാണ് സമദ്. എല്ലാ ആവശ്യങ്ങളും അടുത്തേക്ക് പോകണം. മനുഷ്യന്മാർ സമദാനീയത്തില്ല. എന്തുകൊണ്ട്? എല്ലാവരും ലോകത്തിൻ്റെ ഏതോ മുഖ്യനുള്ള ഒരാളുടെ സഹായം നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. എവിടെയുള്ള എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. എവിടെയുള്ള മോട്ടോർ സൗകര്യം മുതൽ നൂല് വരെ നമുക്ക് പരസ്പരം ആവശ്യമുണ്ട്. അപ്പം ഈ ആവശ്യങ്ങൾ എന്താകണം? ചോദിച്ചു വാങ്ങണം. അത് ചോദിച്ചാൽ കൊടുക്കുകയും പോകണം എന്നാണ് ഇസ്ലാമിലെ നിയമം. പക്ഷെ കൊടുക്കുന്നത് ഇവരാണ് തരുന്നത്, ഇതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കാണ് എന്നുള്ള മനസ്സിലാക്കാതെ കണ്ട് ഇതിൻ്റെ പൂർണ്ണ ആള് ആരാണ്? അള്ളാഹു തആലയാണ് എന്ന് അള്ളാഹനെ മറക്കാതെ അവിടെ അസൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചിരിക്കാം. എന്നാ ഒരു കേടുമില്ല. സംഗതി ഇഞ്ഞാണ്. അപ്പോൾ ഒറ്റ കലിമത്തെ കൊണ്ടോ ഇതെല്ലാം സ്ഥാപിക്കാൻ 9 അക്ഷരമുള്ള അല്ലാഹു സമദ് എന്ന ഒരൊറ്റ ആയത്തെ കൊണ്ടു ഇതിന്. കാരണം മനുഷ്യന്മാർ ബലഹീനന്മാരാണ്, പരസ്പരം ആവശ്യമുള്ളതാണെന്ന് ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങും. പക്ഷെ എന്താണ്? വയലം അന്ന തലബ മിനൽ ഖൽഖി, പടപ്പുകളെ മക്കൾ നിന്നുള്ള തലബ് എങ്ങനെയുള്ള അൽ മുനാഫീനിൽ ഉബൂദിയ്യ, അബുദാഗിനെതിരാകുന്ന അഥവാ ഷിർക്ക് വരുന്നത്. അതല്ല ഇപ്പം ആരോപണം, ഷിർക്കാരോപണമല്ല. അങ്ങനെയുള്ള തലബ് ഹുവ തലബ് മിൻഹും, പടപ്പുകളെ വെക്കുന്ന ആവശ്യപ്പെടലാണ്. അല വജ്ഹിൽ ഇഅ്തിമാദി അലൈഹിം, അവരെ മേലിൽ ഇഅ്തിമാദ് ചെയ്തുകൊണ്ട്.
വല്ലിസ്തിനാദിയിലെയും അവരിലേക്ക് ഇസ്നാദ് ചെയ്തു. ഓനാ തന്നെ സഹായിക്കുന്ന ഓനുണ്ടായിട്ടാണ് അങ്ങനെയാണ് എങ്ങനെയാണ്. ആ ചുരുക്കത്തിൽ എല്ലാ അസ്ബാബുകളെ പോലെയുള്ള കൂട്ടത്തിലുള്ള ഒരു അസ്ബാബ് തന്നെയാണ്. നിങ്ങൾ ഔലിയാനെ വിളിച്ചാൽ നിൽക്കുന്ന ഡോക്ടറെ വിളിച്ചാൽ നിൽക്കുന്ന എല്ലാം അസ്ബാബിന്റെ വിഷയത്തിൽ സബബ് സ്വീകരിക്കുക. അപ്പൊ പൂട്ട് താക്കോലോട് തുറക്കുന്ന ഹുക്കുമേ എന്തിനും ഉള്ളൂ. നിങ്ങൾ ഔലിയാനോട് ചോദിച്ചാലേ ഉള്ളൂ. ഈ താക്കോൽ തിരിച്ചിട്ട് ഞാൻ ഈ മേശം തുറക്കാൻ കിട്ടൂലേ? അപ്പൊ ഞാനെന്താക്കി താക്കോൽ ഉപയോഗിച്ച് ജമാഅത്ത് ഉപയോഗിച്ച് ഫിഅലിയായ തവസ്സുൽ ചെയ്താലേ എന്താവും മേശ തുറക്കാൻ കിട്ടും. 150 അവിടെ തവസ്സുലാത്തുണ്ട്. അതിൽപ്പെട്ട ഒന്നെന്താന്ന് ജമാഅത്ത് ഉപയോഗിക്കുക. എന്നിട്ട് ഫിഅലിയായ തവസ്സുൽ വായി കൂട്ടിക്കൊന്നും കൊണ്ടണ്ട. അതിനാരെങ്കിലും അറിയാം. പണ്ടേ അവിടെ മരക്കൊരു മുജാഹിദ് വന്നു മന്ത്രിക്കാനാ വന്നത് കുടുങ്ങിയപ്പോ ഒരാൾ എത്തിയിട്ട് ഞാൻ എന്താക്കുന്നില്ല കട്ടിലെൻ്റെ സ്ക്രൂ ഊരാൻ ശ്രമിച്ചു. വലിയ ബോട്ടില്ലേ പുസ്തകം അങ്ങനെ കിട്ടൂല, സ്പാനർ കൂട്ടി തിരിക്കണമെന്ന് പറഞ്ഞു. അതെങ്കിലും നമ്മളോട് പറയേണ്ടത് നമ്മളോട് പറഞ്ഞാട്ടെ പറയും തിരിക്കണം. അപ്പോ ജമാഅത്ത് ഉപയോഗിച്ച് ഫിഅലിയായ തവസ്സുൽ ചെയ്യണമെന്ന് നീ ഇങ്ങോട്ട് പറഞ്ഞാന്നിരിക്കുന്നു. അപ്പം ചൊല്ലുന്നില്ലല്ലോ. അവരുടെ സാഹബണെ തെറ്റില്ലല്ലോ. ഇല്ല. എന്താണ് ഞാൻ ചെയ്ത ഹയവാനാത്ത് ഉപയോഗിച്ച് കൗലിയായ തവസ്സുൽ ചെയ്തിരിക്കുന്നു. അവിടെ തെറ്റില്ല. തുടക്കത്തിൽ ഒന്നിലും തെറ്റില്ല. പിന്നീട് ശരിക്കൊന്ന് എന്തുകൊണ്ടാ ശരിക്ക് വരാത്തത്? അതിൻ്റെ മേൽ ഇതാണ് തരുന്നത് എന്നുള്ള ആ ചിന്താഗതി നമുക്കില്ല. ഇത് വെറും അല്ലാഹു പടച്ച വസീല മാത്രമാണെന്നേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. സംഗതി ഞാടെല്ലാം ക്ലിയറായി കഴിഞ്ഞു. അവ തുണിയും കൂടി ഇതിനൊക്കെ കൈകൊള്ളൂല. അടുപ്പത്തൊന്ന് നല്ല ചൂടുള്ള സാധനം ഇറക്കണമേ തുണി കൂട്ടും. എന്നിട്ട് ഇങ്ങനെ വീച്ചാൽ കൈകൊള്ളുവോ? അതാ പറയുന്നത് തലബിന്റെ നേരത്ത് ഗഫലത്താവുകയും ചെയ്താൽ ആ തെറ്റി അണിയില്ല അള്ളാഹനെ വിട്ടിട്ട്. അമ്മത്തലബ് മിൻഹും അപ്പൊ പടപ്പുകളോട് ചോദിക്കൽ മിൻ ഹൈസു കൗനുഹും അസ്ബാബൻ വവസായിത വെറും അസ്ബാബും വസായിത്തും മാത്രമാകുന്നു. ഇത് മാൽ ഇഅ്തിമാദ് ഫീ നൈലിൽ മത്ലൂബി അലല്ലാഹി സുബ്ഹാനഹു വ തആല. ഇതിന്റെ കാര്യം നേടാൻ വേണ്ടി അള്ളാഹുവിന്റെ മേൽ മാത്രം ഇഅ്തിമാദ് ചെയ്തുകൊണ്ട് വറുഇയതി അന്നൽ ഹുൽ മുഅതി അള്ളാഹുവാണ് നൽകുന്നവൻ എന്ന് കാണുകയും ചെയ്താൽ ഫലൈസ മുനാഫിയത്തിൽ ബോധ്യത്തിനെതിരായിട്ട് വരേ ചെയ്യൂല. അപ്പൊ സർക്കാരോപകൻ എന്താക്കണം? ഇത് പഠിക്കണം. മുസന്നിഫിന്റെ വാക്ക് എന്തുദ്ദേശിച്ചാണോ പറഞ്ഞത് അതും പഠിക്കണം. വൈദാസന്റെ ഫസ്അലില്ലാഹി മുമ്പ് പറയും. അതിനുള്ളിൽ ചെറുകം നോക്ക്. لا تتعدى نية همتك إلى غيره فالكريم لا تتخطاه الآمال. അതായത് ഇല്ലത്തതിൻ്റെ നീ മറ്റുള്ളതിലേക്ക് പോകരുത്, കരീമിലേക്കാണ് പോകേണ്ടത് എന്ന് പറയാം. കരീമായിട്ട് ആരെ കാണാനുള്ളൂ? അല്ലാഹു തആല. അപ്പൊ അൽ ആമാൽ എന്ന അലിഫിലാം എന്താണ്? മുളാഫിന്റെ ഇലഹത്തോട്ട് ബദലാണ്. അൽ ആമാൽ അതാണ് എന്താക്കിയ ആമാലുൽ മുഹമ്മിദീന എന്ന് മൂപ്പർ സ്ഥലം കൊടുത്തില്ലേ? മുളാഫിന്റെ ഇലയെ കളഞ്ഞിട്ടുണ്ടാക്കും, അലിഫിലാമ് പകരം വെക്കും. അൽ ഹിമ്മത്തുൽ അലിയത്തു തഅലഫു മിൻ റഫി ഹവായിജിഹ. അവിടെ ഹവായിജിഹ എന്നുണ്ടല്ലോ. അപ്പോ ഉന്നതമായ ഹിമ്മത്തിന്റെ ഉടമകള് അവരുടെ ഹാജാത്തുകൾ അവതരിപ്പിക്കൽ ഇലൽ ഗൈരിൽ കരീം, കരീമല്ലാത്ത ആളിലേക്ക് കൊടുക്കാൻ സമ്മതിക്കൂല. കരീമാനേയുള്ളൂ. വല കരീമ അലൽ ഹഖീഖത്തി സിവല്ലാഹി തആല. ഹഖീഖത്തായിട്ട് പറഞ്ഞാൽ കരീമാനാണ് അല്ലാഹു തആല. قال الإمام الجنيد رضي الله عنه الكريم برسمان لسنة بيكان برينا الكريم الذي لا يحوجك إلى مسألة ചോദിക്കാൻ വേണ്ടി നിന്നെന്താക്കൂല, ആവശ്യക്കാരനാക്കൂല. ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ തരൂ, കണ്ടറിഞ്ഞിട്ടങ്ങ് തരും. ചോദിക്കൊന്നും വേണ്ട. ഒരർത്ഥം وقال الحارث المحاسبي رضي الله عنه പറയുന്നു അൽ കരീമു الذي لا يبالي من أعطى. ആർക്കാണ് കൊടുത്തത്, ഇവന് ഭയപ്പെടുന്നോലോ ഭയപ്പെടാത്തോലോ നമ്മളാണോ അല്ലയോ ഒന്നും നോക്കൂല, ആർക്കായാലും കൊടുക്കും. ഇതാണ് കരീമിന്റെ അർത്ഥം എന്നൊന്ന്. അതപ്പുറം പറഞ്ഞു.
അല്ലേ? അല്ലദീ ഇദാ ഖദറ അഫാ വഇദാ വഅദ വഫാ വഇദാ അഅത ഏറ്റവും പുതിയല്ലേ. ശിക്ഷിക്കാൻ കഴിവുള്ളപ്പോൾ തന്നെ മാപ്പ് കൊടുക്കും, വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കും, ചോദിച്ചാലോ അവൻ്റെ ആവശ്യത്തിന് ഉപരിയായിട്ട് കൊടുക്കും. എത്ര കൊടുത്ത് ആർക്ക് കൊടുത്ത് എന്നുള്ളതുകൊണ്ട് നോട്ടൊന്നില്ല, അല്ലേ? മാത്രമല്ല അപ്പുറം പറയാതൊരു അർത്ഥം മുമ്പ് കൊടുക്കുന്നു. അവരെയും വിട്ട് മറ്റൊരാളിലേക്ക് ആവശ്യം അവതരിപ്പിച്ചാൽ അവർക്ക് നിർബുദ്ധി ഉണ്ടല്ലോ. എൻ്റെ അടുത്തല്ലേ വേണ്ടു, വന്ന് അങ്ങോട്ട് പോയി എന്നാണ് കേട്ടാ. മുമ്പല്ലോ ഒന്ന് പടങ്ങിയാൽ ഒരു ഇതാബ് മാത്രം അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ പേരിറക്കൂല. അതെല്ലാം നേരത്തെ മതിയന്നെ. ഈ പറയപ്പെട്ട ഔസാഫ് അല്ലാഹു തആലാക്ക് അല്ലാണ്ട് പൂർണ്ണമായി പറയാൻ പറ്റൂല. അതുകൊണ്ട് കരീം എന്നുള്ളതാണ് അല്ലാഹു മാത്രം. അതുകൊണ്ട് ഇവൻ അല്ലാതെ മുഅമ്മിനീക്ക് പകരാണ് അൽ അമാൽ അലിഫാമോട്ട് ഇതാ ഗൈരി. ما كان بعضهم حراما على من وحد الله ربه وأفراده أن يجتدي أحدا رفدا ولا صاحبي قف به مع الحق وقفة أموت بها وجدا وأحيا بها وجدا وقل لملوك الأرض تجهد جهدها فما الملك ملك لا يباع ولا يهدى. ഹറാമുൻ അലാ മൻ വഹദ അല്ലാഹ റബ്ബഹു, റബ്ബിനെ ശരിയായ തൗഹീദാക്കി പിടിച്ച ഒരാൾക്ക് ഹറാമാണ്. വ അഫ്റദഹു, അവനെ ഇഫ്റാദാക്കി എന്ന് പറഞ്ഞാൽ എന്താകും? അല്ലാഹ് വാഹിദൻ ഫർദും വിത്തുറും എന്നൊക്കെ പറഞ്ഞ തൗഹീദിന്റെ പല ഭാഗങ്ങളാണ്. റാദിലെ സിഫാത്തിലെ അഫ്ആലിങ്ങനെ സുബ്ഹാനഹു ഹുവ വാഹിദുൻ ഫർദുൻ വിത്തുർ മുനസ്സഹുൻ അമ്മാ അലാ ബാലിൻ ഖതർ. വാഹിദ് പറഞ്ഞു, ഫർദ് പറഞ്ഞു, വിത്തുർ പറഞ്ഞിട്ടല്ലേ. അങ്ങനെ അള്ളാഹുവിനെ തബ്രീദാക്കി ആൾക്ക് ഹറാമാണ്. എന്താണ്? അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും അവൻ്റെ സഹായവും പിന്തുണയും ആക്കലേ ഹറാമാണ്. ഏത് അയാൾക്ക് അവൻ്റെ തന്നെ എത്തിമാത് ചെയ്തുകൊണ്ട് ഇവനാണ് ആക്കിത്തരുന്നത് എന്നുള്ള. എന്നിട്ടോ വയാ സാഹിബി, എൻ്റെ കൂട്ടുകാരാ, കിഫ്ബി, നീ എൻ്റെ കൂടെ നിൽക്കണം. അവിടത്തേക്ക് മഹൽ ഹക്കി, ഹക്കായ അള്ളാഹിനോടൊപ്പം നീ എന്താണ് എൻ്റെ കൂടെ നിൽക്കുക. ഇവിടുന്നോ വഖഫത്തൻ, എങ്ങനത്തെ വൃത്തം? അമൂത്തു ബിഹാ വജിദൻ വഹ്യാ ബിഹാ വജിദ, എൻ്റെ ജീവിതവും എൻ്റെ മരണവും ആ നൃത്തത്തിൽ തന്നെയായിരിക്കണം. അതാണ്ട് ആസ്വദിച്ചോളൂ. വജിദ് എന്ന് പറഞ്ഞാൽ പല മേഖലയുണ്ട്. മഹബത്തിന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആദ്യം മൈലാനൻ നഫ്സ്, ഇസ്തിഹ്സാന്, പിന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് എന്താക്കും? മഹബത്ത് വന്നിട്ടോ ഷൗഖ് വന്നു, പിന്നെ ഇഷ്ക് വന്നു, വജുദ് എന്ന് വെച്ചാൽ അതുകൊണ്ട് ശരീരത്തിൻ്റെ പിന്നെ കൽബിനൊക്കെ മാറ്റം വന്നിട്ട് എന്താക്കുക? അതിലും മുഴുകിപ്പോവുക. അതാണ് വാസ്ബത്തൽ വജുദു ഖത്തൈ അബ്റത്തിൻ വദനൻ മിസ്ൽ ബഹാരി അലാ ഖദ്ബൈക വല്ലൻ. അത് വജുദാണ്, വജുദ ചെയ്തു. മറ്റൊന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരിൽ എന്തോ ഒരു ഹാലുണ്ട്. ആ ഹാല് എന്താക്കും? ചിലപ്പോൾ തെളിയുന്ന സമയം ഉണ്ടാവും. അതിന് തുല്യമായ മറ്റൊരു ഹാല് മറ്റേ കണ്ടു കഴിഞ്ഞാൽ എന്താക്കും? ഇവിടെ അടയിക്കളി. അങ്ങനെ അവർ പണ്ടേക്ക് ഒരു കുഞ്ഞ് വെച്ചു പോയി. അപ്പം അതിൻ്റെ ദുഃഖത്തിലില്ല, ഹാലവർ കഴിഞ്ഞു. അപ്പോൾ വേറൊരു കുഞ്ഞ് വെച്ച കണ്ടപ്പോൾ എന്താക്കുക? എൻ്റെ കുഞ്ഞ് വെച്ച പോലെ അല്ലെങ്കിൽ കുഞ്ഞ് വെച്ച് എന്ന് പറയുമ്പോൾ തത്തുല്യമായ ഹാലുകളാണ് ഈ പെണ്ണുങ്ങൾക്ക് നടക്കുന്നത്. അപ്പോൾ ഉള്ള ഹാല് പുറത്തേക്ക് പ്രകടമാകുന്ന ഒടുകിട്ടിരുന്നു. അതിന് പറ്റുന്നു അത് ഞാൻ. അപ്പം അതനുസരിച്ച് കരയുന്നാളെ കണ്ടാൽ കരയും, ചിരിക്കുന്നയാളെ കണ്ടാൽ ചിരിക്കും. അങ്ങനെ അനുയോജ്യമായിട്ടാണ് വരിക. ഇതെന്താക്കി തരും? അള്ളാഹുവിനോടൊപ്പം മാത്രമായി എന്ന വജതിൽ ഞാൻ ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്യും. അവിടെ രാജാക്കന്മാരോട് പറഞ്ഞു, എൻ്റെ കൂടെ വാ. രാജാക്കന്മാരോട് പറയണം, തജഹദ് ജുഹദഹ, ഈ വഖഫത്തിന് വേണ്ടിയുള്ള അധ്വാനം ചെയ്തു. നീ പണത്തിൻ്റെ കൊണ്ടല്ലേ ഇജ്മാദിയുണ്ട്, ഒന്നും വേണ്ട. അത് വിൽക്കപ്പെടാനോ ഹജ്ജ് കൊടുക്കാനൊന്നും കഴിയാത്തൊരു പ്രത്യേക മിൽക്കാണ്. അത് കിട്ടണമെങ്കിൽ എൻ്റെ അടുത്ത് വാങ്ങും. അതിർന്ന്
എന്താക്കുന്നത്? നിങ്ങളെ ടൈമപ്പം 4:30 മണി ശരി. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് 15 അപ്പോൾ 22-നാക്കാലോ ഞാൻ തയ്യാറ് ഇൻഷാ ബിഫദില്ലാഹിതആല. അപ്പോൾ നിങ്ങൾ എന്താക്കണം? എനിക്ക് ബദറ് നടക്കണം. ഞാൻ എൻ്റെ ബലവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മടിയന്മാർ നമുക്ക് പറ്റില്ല. ഈ പറഞ്ഞാൽ മൂപ്പറും പറയുന്നു, നീ മറ്റുള്ള ആളൊക്കെ പോകുന്നത് മറ്റുള്ള ആൾ നിന്നെ പോലത്തെ അല്ലേ, ഓനിക്ക് ഓനെ സഹായിക്കാൻ കഴിയാത്ത നിന്നെങ്ങനെ സഹായിക്കും? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അത് മുജാഹിദിയത്തുണ്ടെന്ന് മറ്റൊരു പറഞ്ഞു. അതും അത്ര ദൂരം കണ്ടുള്ളൂ. അത് മനുഷ്യൻ രൂഢമൂലമായ ബലഹീനത എടുത്തു പറയുമല്ലോ.